സുഹൃത്തുക്കളെ, ഒന്ന് കെമിസ്ട്രി അധിഷ്ഠിതമായിട്ടും ഒന്ന് വൈദ്യശാസ്ത്ര അധിഷ്ഠിതമായിട്ടും രണ്ട് പ്രഭാഷണങ്ങൾ കഴിഞ്ഞു. നമ്മളിനി പ്രവേശിക്കുന്ന ഒരു സാമൂഹ്യ വിഷയത്തിലേക്കാണ്. സാമൂഹ്യ വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ഈ കടന്നു പോകുന്ന ഒരു സമയമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വിഷയം തെരഞ്ഞെടുത്തതിന് ശേഷം വന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരികയും കേന്ദ്രത്തിൽ പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരികയൊക്കെ ചെയ്തു. അതൊരു രാഷ്ട്രീയ സാമൂഹിക ഒരു പശ്ചാത്തലം കുറച്ച് ആ ഒരു മാറ്റമാണ് നമ്മൾ ഈ വിഷയം തീരുമാനിച്ചതിന് ശേഷം വന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറഞ്ഞാൽ പലരെ സംബന്ധിച്ചും നിരാശാജനകമായിരുന്നു ഈ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം. ഇലക്ഷനിലൂടെ പഴയ പാർട്ടി തന്നെ അധികാരത്തിൽ വന്നു. അതിൽ എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയതും പലരും വിമർശിച്ചതുമായ അല്ലെങ്കിൽ പലരും നോട്ട് ചെയ്തതുമായ ഒരു കാര്യമുണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു വിക്ടറി സ്പീച്ച് എന്ന് പറയാവുന്ന ഒരു പ്രസംഗം ഈ ഇന്ത്യയുടെ അന്നത്തെ രീതിയിൽ പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ എലക്ട് നിയുക്ത പ്രധാനമന്ത്രി എന്ന് പറയാം നരേന്ദ്രമോദി അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഭാഗം, അതായത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു ഭാഗം സെക്യുലറിസം എന്ന് പറയുന്ന ആശയത്തെ വളരെ നിശിതമായിട്ട് അദ്ദേഹം വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുണ്ടായി. അതിനെ പൊതുവെ ഈ പറയുമ്പോൾ എന്താ പറയാ, ഒരു സെക്യുലറിസം എന്ന വാക്കിനെ തന്നെ ആ രീതിയിൽ അവർ പറയാറില്ല. സ്യൂഡോ എന്നൊരു വാക്ക്, അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ നക്ലി, ഇങ്ങനെയുള്ള ചില വിശേഷണങ്ങൾ ചേർത്തേ സെക്യുലറിസത്തെ കുറിച്ച് പറയുള്ളൂ. കാര്യം നേരിട്ട് നമുക്ക് സെക്യുലറിസത്തെ വിമർശിച്ചുകൂടാ, അത് ഭരണഘടനയിലുള്ള ഒരു കാര്യമാണ്. അതിനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് തുറന്ന് വിമർശിച്ചുകൂടാ, അല്ലെങ്കിൽ അതിനെ തെറ്റാണെന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് സാധാരണ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അതിലൊരു നക്ലി അല്ലെങ്കിൽ സ്യൂഡോ എന്നൊരു വാക്ക് ചേർത്തിട്ട് സെക്യുലറിസം അല്ലെങ്കിൽ അതിനെ സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട, ഞാൻ ശ്രദ്ധിച്ച രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് അദ്ദേഹം പറയുന്നത് ഈ ഒരു പ്രിന്റ് ഔട്ട്, ചില ആളുകൾ ഒരു പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ ഒരു ടാഗ് ഇത് കഴുത്തിൽ തൂക്കിയാൽ ഗംഗാജലത്തിൽ സ്നാനം ചെയ്ത പോലുള്ള പുണ്യം കിട്ടും എന്നാണ് ചിലർ വിചാരിക്കുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നു. അപ്പൊ ഒന്ന് ഈ അതിനൊരു ടാഗ്, ചിലർ ഒരു എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കഴുത്തിൽ തൂക്കുന്ന ഒരു ടാഗ് അല്ലെങ്കിൽ ഒരു പ്രിന്റ് ഔട്ട് മാത്രമാണ് സെക്യുലറിസം എന്ന് ഇദ്ദേഹം പറയുന്നു. അതിൽ പക്ഷെ എന്റെ കൂടെ പറഞ്ഞു വെക്കുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പുണ്യം കിട്ടുന്ന കാര്യം ഗംഗാജലത്തിൽ കുളിക്കുകയാണ് എന്നും കൂടി അദ്ദേഹം അതിന്റെ ഒപ്പം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി കടത്തിവിടുന്ന ഒരു ആശയമാണ്. അപ്പൊ ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത് ഇദ്ദേഹം പറയുന്നത് ഈ സെക്യുലറിസത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഡ്രാമേബാസി എന്ന് പറയുന്ന ഒരു വാക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം കളിയാക്കുന്ന ഒരു വിശേഷണമാണ്. അതായത് ഒരു നാടകം, പൊറാട്ട് നാടകം, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ അടുത്തിടെ കേട്ട പോലെ എന്തൊരു പ്രഹസനാണ് സജി എന്നൊക്കെ ചോദിച്ച ഒരു പ്രഹസനം എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ് അതിന് വരിക. അത് ഹിന്ദിയിൽ ആരെങ്കിലും ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാതെ വളരെ മോശമായ ഒരു പരാമർശം, അത്ര നല്ല രീതിയിലുള്ള മാന്യമായ ഒരു വിശേഷണം അല്ല അത് ഡ്രാമേബാസി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിശേഷണമാണ് ഇദ്ദേഹം ഈ ഡ്രാമേബാസി എന്ന് സെക്യുലറിസത്തെ കുറിച്ച് പറയുന്നത്. തന്നെയല്ല, ഈ ഇദ്ദേഹം പറയുന്നത് ഒരു കൂട്ടരുണ്ട്, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ 2014 ശേഷം 2019 വരുമ്പോൾ ഈ സെക്യുലറിസം എന്ന മുദ്രാവാക്യം മൊത്തത്തിൽ അവർ ഉപേക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കൂട്ടര് എന്ന് പറയുന്നതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ജമാഅത്ത് എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഈ കൂട്ടത്തിന് വേറെ അധികം വാക്കുകളുണ്ടെങ്കിലും ജമാഅത്ത് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഈ കൂട്ടത്തിന് വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം പറയുന്നത് ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി പോലും ഈ തെരഞ്ഞെടുപ്പിൽ മതേതരത്വത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം തുടർന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ഈ മുഖംമൂടി എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. മുഖംമൂടി എന്നുള്ളതിന് നക്കാബ് എന്ന വാക്കാണ് അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ. അവിടെ നമുക്കറിയാം ഇത് ഒരു മത ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേക ആളുകൾ ഉപയോഗിക്കുന്ന മുഖംമൂടിയാണ് അവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക മതവിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും ഭൂരിപക്ഷത്തിന് അതിന്റെ ആവശ്യമില്ലെന്നും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഔദാര്യമാണ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഇദ്ദേഹം പാർലമെന്റിന്റെ ഹാളിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടാണ്. പിറ്റേ ദിവസം പാർലമെന്റിന്റെ ഹാളിൽ തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാരെ അഭിസംബോധന ചെയ്ത് ഇദ്ദേഹം സംസാരിക്കുന്നത്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രതിനിധികളല്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെയും നാളെ കൂടെ നിൽക്കാൻ പോകുന്നവരുടെയും പ്രതിനിധികളാണ് നമ്മൾ എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ പാർലമെന്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ നറേറ്റീവ് മാറി, അവിടെ പഴയ കഥയല്ല. എന്നാൽ ഈ പ്രസംഗത്തിന് അദ്ദേഹം കയറുന്നതിന് മുമ്പ് വേറൊരു കാര്യം ചെയ്തു, വീഡിയോ കണ്ടുള്ള ശ്രദ്ധിച്ചാണ്. ഇതുപോലൊരു വലിയൊരു പൊടിയ വലിയൊരു ഇലക്ട്രോൺ പോലെ ഒരു സ്റ്റാൻഡിന്റെ മുകളിൽ ഭരണഘടനയുടെ വലിയൊരു പുസ്തകം വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ പോയിട്ട് ഇദ്ദേഹം വളരെ വിനീതനായിട്ട് നമസ്കരിച്ച് തൊഴുതിട്ടൊക്കെയാണ് അദ്ദേഹം പ്രസംഗത്തിന് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇദ്ദേഹത്തെ അറിയാവുന്ന ഇദ്ദേഹത്തിന്റെ തലേദിവസ പ്രസംഗം കേട്ടതായ ഒരാൾ പറഞ്ഞത് ഒരുപക്ഷെ ഭരണഘടനയ്ക്ക് അദ്ദേഹം ഒരു അന്ത്യചുംബനം കൊടുത്തതായിരിക്കും എന്നാണ് ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. കാര്യം ഈ രൂപത്തിൽ ഭരണഘടന ഇനി അധികം നാൾ ഇവിടെ ഉണ്ടാവില്ല എന്നായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചതോ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു പാർട്ടി, അതായത് മതേതരത്വം എന്ന് പറയുന്ന ആശയത്തെ
പരസ്യമായി വിമർശിക്കുകയും അത് അനാവശ്യമാണെന്ന് പറയുക അതിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയുള്ള ഒരു പാർട്ടി അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ യുക്തി ചിന്തകരും പുരോഗമന ചിന്താഗതിക്കാരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഈ സെക്യുലറിസം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുകയും മനസ്സിലാക്കിയിരിക്കുകയും അതിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് നമ്മൾ കൃത്യമായ മറുപടി പറയാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം സെക്യുലറിസം എന്ന പേരിൽ ഇപ്പം ഈ പ്രത്യേകിച്ച് ഹിന്ദുത്വ തീവ്രവാദികൾ ഹിന്ദുത്വ ആശയങ്ങളുള്ളവർ ഒരു ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി മുമ്പോട്ട് വെക്കുന്ന ആളുകൾ അവർ വളരെയധികം അവരുടെ കയ്യിൽ നിന്ന് വളരെയധികം പഴി കേൾക്കേണ്ടി വരുന്ന ഒരു ആദർശമാണ് നമ്മൾ ഈ പറയുന്ന സെക്യുലറിസം. വളരെയധികം അദ്ദേഹത്തെ വളരെയധികം കുറ്റങ്ങൾ വളരെയധികം ആരോപണങ്ങൾ ഇതിന്റെ പുറത്ത് അവർ ചാർത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിടേണ്ട അല്ലെങ്കിൽ ഇതൊക്കെ സഹിക്കേണ്ട ഒരു ആശയം അത്ര മോശപ്പെട്ട അങ്ങനെ ഒരു പ്രതിയാണോ ഈ നമ്മൾ പറയുന്ന സെക്യുലറിസം എന്ന ആശയം എന്നുള്ളതാണ് നമ്മൾ അവിടെ ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ വേറൊരു കാര്യം നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം നമ്മൾ കാണുന്ന ഒരു കാര്യം ഈ സെക്യുലറിസം എന്ന വാക്ക് ആരൊക്കെ പറയുന്നോ അവരെല്ലാം ഏകദേശം ഒരു ദേശദ്രോഹികൾ എന്നുള്ള ലേബലാണ് ചാർത്തി കൊടുക്കുക. അത് പുരോഗമനവാദികളായാലും ഇനിയിപ്പം കമ്മ്യൂണിസ്റ്റുകളായാലും അല്ലെങ്കിൽ യുക്തിവാദികളായാലും ഏതൊരു ഗ്രൂപ്പ് ആളുകൾ ലിബറലുകളായാലും ഇപ്പം ജേർണലിസ്റ്റുകളായാലും ഏതൊരു ഗ്രൂപ്പ് ആണെങ്കിലും ഈ എന്താ പറയുക സെക്യുലറിസം എന്ന വാക്ക് ഉപയോഗിക്കുന്നവരെ പൊതുവെ ഒരു ദേശദ്രോഹികൾ അത്രയും നമുക്ക് അത്ര വേണ്ടാത്ത ആളുകൾ കുറച്ച് മോശക്കാരായ ആളുകൾ എന്നുള്ള രീതിയിൽ ആണ് ഇവർ ചിത്രീകരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫലം കൂടിയിട്ടാണ് പലരും സെക്യുലറിസം എന്ന വാക്ക് തുറന്നു പറയാനും പബ്ലിക്കായിട്ട് പറയാനായിട്ട് മടിക്കുന്നത്. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ പുറത്ത് നിങ്ങളെ സ്യൂഡോ സെക്യുലർന്നോ അങ്ങനെയുള്ള കപട മതേതരവാദികളെന്നോ ഉള്ള ലേബലുകൾ ചാർത്തിത്തരുമെന്നുള്ള പേടി കൊണ്ട് പലരും ഇത് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടും കൂടിയിട്ട് നമ്മളിതിന്റെ കൃത്യമായ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇനിയിപ്പോ പറഞ്ഞില്ലേ ഈ മതേതരത്വം പറയുന്നവരെ ഈ ഒരു പ്രത്യേക പല പേരുകൾ പ്രത്യേകിച്ച് ദേശദ്രോഹി എന്നൊക്കെയാണ് വിളിക്കുക. പക്ഷേ ഈ യുക്തിവാദികളായിട്ടുള്ള ഇവിടെയുള്ള എല്ലാവരും ആണോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. യുക്തിവാദികളായിട്ടുള്ളവർക്കറിയാം നമ്മൾ യുക്തിവാദം പറയുമ്പോൾ പലരും മതങ്ങൾക്ക് വളരെ അത്ര സുഖകരമല്ലാത്തൊരു കാര്യം നല്ല വളരെ വിരോധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം ഞാനൊരു എന്താ പറയുക ക്രിസ്തു മത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ മതത്തെ വിമർശിച്ചാൽ ഉടനെ ഞാൻ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഇവൻ അന്തിക്രിസ്തു ആണ് അല്ലെങ്കിൽ സാത്താൻ ആരാധകനാണ്. ആ ഒരു മതത്തിലെ എന്താണ് തിന്മയ്ക്ക് പറയുന്ന പേര് അതിന്റെ പേരിലാണ് നമ്മളെ ഉടനെ വിമർശിക്കുക. അതുപോലെ തന്നെ ഇസ്ലാമായിരുന്ന ഒരാള് ഒരു പക്ഷേ ഒരു യുക്തിവാദിയായി കഴിഞ്ഞാൽ ഒരു ഇബിലീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലായിരിക്കും ഒരു പക്ഷേ അയാളെ വിമർശിക്കും. എന്നാൽ ഹിന്ദു മതത്തിനെതിരായിട്ടോ ഹിന്ദുത്വക്കെതിരായിട്ടോ നിങ്ങൾ പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഒരു അസുരൻ എന്നോ ഒരു ഭൂതഗണത്തിലെ ഒരാളെന്നോ ഒന്നും അല്ല നിങ്ങൾ വിളിക്കുന്നത് ദേശദ്രോഹി എന്നാണ്. ഈ മതവും ദേശവുമായിട്ട് ഒന്നായിട്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യും കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു ആശയം. കൾച്ചറൽ എന്ന് പറഞ്ഞാൽ മതത്തെ കൾച്ചറാക്കുകയും ദേശീയതയെ ഇവരുടെ വർഗീയ രാഷ്ട്രീയമാക്കി തീർക്കുകയും ചെയ്തിട്ട് മതത്തിനെതിരെ സംസാരിക്കുന്ന മതത്തിലല്ലേ എന്തെങ്കിലും ആചാരത്തിനോ ദുരാചാരത്തിനോ എതിരെ വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്ന രാഷ്ട്രീയ അജണ്ടയെ വിമർശിച്ചാൽ ഉടനെ നമ്മളെ ആക്കുന്നത് ദേശദ്രോഹി എന്ന് പറയുന്ന ഒരു പട്ടമാണ് നമുക്കിവർ അയച്ചു തരുന്നത്. അപ്പൊ എന്താണ് ഈ ഹിന്ദുത്വം? അത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ് കൾച്ചറൽ നാഷണലിസം എന്നൊരു വാക്കാണ്, സാംസ്കാരിക ദേശീയത എന്നൊരു വാക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവര് അതിനെ ഒരു നിർവചനം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പലരും ഈ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും പറയാറുള്ളതാണ് RSSO BJPയോ എന്നുള്ളതല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. BJPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാലും വളരെ കൃത്യമായിട്ട് ഹിന്ദുത്വ അജണ്ടയാണെന്നും RSS നമ്മളെ പേരന്റ് ഓർഗനൈസേഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന അവർ പറയുമെങ്കിലും ഇതിൽ ചില പ്രത്യേകതകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചില ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ചില പ്രത്യേകതകൾ ഇവരുടെ ഒരു ചിന്താരീതിക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചരിത്രവുമായിട്ട് ഇവർക്ക് വല്ലാത്ത അലർജിയാണ്. ചരിത്രം എന്ന് കേട്ടാൽ ചൊറിച്ചിലാണ് സത്യം പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പൊ ഈ ചരിത്രം എവിടെയുണ്ടോ അതിനെ വളച്ചൊടിച്ച് അവരുടേതായ രീതിയിൽ പുതിയ ഒരു പരിഭാഷ ഈ ചരിത്രത്തിന് കൊടുത്തില്ലെങ്കിൽ യാതൊരു സമാധാനവുമില്ല. അപ്പൊ ഇവരെങ്ങനെയാണ് ചരിത്രം വളച്ചൊടിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1200 വർഷമായിട്ട് തുടർന്ന് പോരുന്ന ഒരു ഹിന്ദു മുസ്ലിം ലഹളയുടെ ഒരു മെഗാ സീരിയലാണ് ചരിത്രം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ വളരെ മിതമായി പറഞ്ഞാൽ ഈ ഹിന്ദുത്വ അജണ്ടയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള വീക്ഷണം. ഇതിനപ്പുറത്തേക്കുമില്ല, ഇതിനിപ്പുറത്തേക്കുമില്ല. നടന്നതെല്ലാം ഹിന്ദു മുസ്ലിം ലഹളകൾ, അല്ലെങ്കിൽ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ സായിപ്പുണ്ട്, വിദേശികളുണ്ട്, അപ്പൊ ഹിന്ദു ക്രിസ്ത്യനായി. ഇങ്ങനെ മതപരമായിട്ട് എല്ലാ കാര്യങ്ങളെയും കാണുക, എല്ലാ കാര്യങ്ങളും മതപരമായി വ്യാഖ്യാനിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇവർ പിന്തുടർന്ന് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നടക്കുന്ന വേൾഡ് കപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചല്ല അവർ കാണുക, അവർ ഹിന്ദു മുസ്ലിം മാച്ചാണ് കാണുക. അല്ലെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ മാച്ചാണ്. ആ രീതിയിൽ കാണുന്നിടത്തെല്ലാം മതം കുത്തിച്ചെലുത്തിയും മതത്തിന്റെ കണ്ണിൽ കൂടി മാത്രം ചരിത്രത്തെയും ശാസ്ത്രത്തെയും എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം മതത്തിന്റെ കണ്ണിൽ കൂടി കാണുക എന്നൊരു ആശയമാണ് ഈ പറയുന്ന നമ്മുടെ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ പ്രായോഗികമായ അർത്ഥം. താത്വികമായിട്ട് പലതും പറയും, സംസ്കൃതത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ പലതും പറയും. പക്ഷെ പ്രായോഗികമായിട്ട് ഏകദേശം ഈ ഒരു ആംഗിളിലാണ് ഇവർ പോവുക. അപ്പം ഒരു തീർത്താ തീരാത്ത മുസ്ലിം വിരോധം
അത് ഒരു ഹിന്ദുത്വത്തിന്റെ മുഖമുദ്രയാണ്. മുസ്ലിം വിരോധം എന്ന് പറയുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് ക്രിസ്ത്യൻ വിരോധം കൂടിയിട്ടായിരുന്നു. നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ വളരെ 2-3% ഉള്ളൂ. കേരളത്തിലേക്ക് വരുമ്പോൾ 10-18% ഉണ്ട്. രാഷ്ട്രീയമായിട്ട് പല സ്വാധീനങ്ങൾ അവർക്കുണ്ടാകും. നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ഒരു എന്താ പറയുന്നത്, പ്രത്യയശാസ്ത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് അത് വളരെ അരോചകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവര് നമ്മളോട് പറയുന്നത് രാഷ്ട്രീയമായിട്ട് നമ്മുടെ മുമ്പിൽ രണ്ട് സാധ്യതകളുള്ളതാണ് ഇവർ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഹിന്ദു ഭരണം, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം. ഒരു മതേതര ജനാധിപത്യം എന്ന ഒരു കൺസെപ്റ്റ് അവർ അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിച്ചാൽ തന്നെ ഈ രണ്ടല്ല മൂന്നാമതൊരെണ്ണം അംഗീകരിക്കേണ്ടതുണ്ട്. മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് ന്യൂനപക്ഷങ്ങളുടെ ഭരണമാണ് എന്നാണ് ഇവർ ചുരുക്കത്തിൽ പറഞ്ഞു. കാര്യം മതേതരത്വം അങ്ങനെ അല്ല എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഹിന്ദുത്വവും വേണ്ട, ഇസ്ലാമികതയും വേണ്ട, മതേതരമായിട്ട് മതം നമ്മൾ വ്യക്തിപരമായ ലെവലിൽ വെക്കുകയും സമൂഹത്തിൽ സ്റ്റേറ്റിന് മതമില്ലാതെ നമുക്ക് ജീവിക്കുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം അംഗീകരിക്കേണ്ടി വരും. അപ്പൊ അത് പറ്റാത്തത് കൊണ്ട് എപ്പോഴും നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഈ 2 ഓപ്ഷൻ മാത്രമേ ഇവർ അല്ലെങ്കിൽ പറഞ്ഞ് കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് ഈ 2 ഓപ്ഷനുകളായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. ഒന്നിൽ ഹിന്ദു രാജ്യം, അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്. ഈ 2 ആശയങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടാണ് ഇവരിത് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോ വേറൊരു കാര്യം, ഈ എന്താ പറഞ്ഞ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഹിന്ദുത്വ അജണ്ട, ആ ഒരു അജണ്ട നമ്മൾ ഈ സെക്യുലറിസം എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഹിന്ദുത്വ അജണ്ടയ്ക്ക് അത്ര പഥ്യമല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഏതാണ്ട് 3-2 അടുത്തുള്ള ഭൂരിപക്ഷം ഈ ഒരു പാർട്ടിക്ക് ഇപ്പൊ ഇതിലുണ്ട്, അവരുടെ മുന്നണിക്ക് ലോക്സഭയിലുണ്ട്. രാജ്യസഭയിലും കൂടി ഇതായി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഭരണഘടനയെക്കുറിച്ച് ആദ്യം പറഞ്ഞ ഒരു കാര്യം, അതായത് സെക്യുലറിസം അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്തത് ഭരണഘടനയിൽ നിന്ന് മാറ്റിക്കളയുക എന്നൊരു കാര്യം ഏകദേശം സാധ്യമായിരിക്കുന്നില്ല. കൈയെത്താവുന്ന ദൂരത്ത് ഒരു പക്ഷേ വേണ്ടി വന്നാൽ ഈ പാർലമെന്റിന്റെ കാലത്ത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട്. ഇതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് സെക്യുലറിസം എന്താണെന്നും അതിനുവേണ്ടി നമ്മൾ എന്തുകൊണ്ട് നിലകൊള്ളണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. ഇവരുടെ ചരിത്ര വീക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ ഭരണഘടന മുതൽ എല്ലാ കാര്യങ്ങളും വലിയൊരു തെറ്റായിരുന്നു എന്നുള്ള ഒരു വീക്ഷണമാണ് ഇവർ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ ഫോർ എക്സാമ്പിൾ എന്ത് കാര്യത്തിലും നെഹ്റുവിനെ കുറ്റം പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. അപ്പൊ ഇന്ത്യ വിഭജനം വേണ്ടായിരുന്നു, ഇന്ത്യ ഒരുമിച്ച് നിന്നാൽ മതിയായിരുന്നു, അതിന്റെ പഴി കേൾക്കേണ്ടത് ഇന്ന് നെഹ്റുവാണ്. അപ്പോൾ ഈ ചരിത്രത്തെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അതിന്റെ അന്ന് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഞാൻ തൽക്കാലം വിടുകയാണ്. ഇന്നത്തെ സ്ഥിതി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഈ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നൊക്കെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്ന് പറയുന്ന 2 വളരെ ചെറിയ രാജ്യങ്ങൾ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ധാരണ. അങ്ങനെ അല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 10 രാജ്യങ്ങൾ എടുത്താൽ അതിൽപ്പെട്ടതാണ് ഈ 3 രാജ്യങ്ങൾ. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ടോപ്പ് 10 രാജ്യങ്ങളിൽ വരുന്ന ഒരു രാജ്യങ്ങളാണ്. ഇത് 3 ഇന്നൊരു രാജ്യമായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനസംഖ്യ ഇന്ന് ഏകദേശം 170-175 കോടി ഉണ്ടാവും. ഇവരൊറ്റ രാജ്യത്തിന്റെ ജനസംഖ്യ. അതായത് ലോക ജനസംഖ്യയിൽ ചൈന 5-1 നമ്മൾ 4-1 അപ്പൊ അതാണ് ഈ രാജ്യത്തിന്റെ ഒരു വലിപ്പം, ഒരു വൈവിധ്യം എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പം മുസ്ലിം പോപ്പുലേഷൻ അതുകൊണ്ടാണല്ലോ ഇവർക്ക് ഏറ്റവും വലിയ ഇറിറ്റേഷൻ. ഇന്ത്യയിൽ 17-18 കോടി മുസ്ലിങ്ങളുണ്ടെന്നുള്ളതാണ് ഇവരുടെ വലിയൊരു വിഷമം, പെയിൻ പോയിന്റ്. ഈ ബാക്കി 2 രാജ്യങ്ങളിലെ മുസ്ലിം പോപ്പുലേഷൻ കൂടി നമ്മൾ ആഡ് ചെയ്ത് നോക്കണം. ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള രാജ്യം ഇന്ത്യയാണ്. മൂന്നാമത്തേത് പാകിസ്ഥാനാണ്. 4-മത്തേത് ബംഗ്ലാദേശാണ്. അപ്പൊ ഇത് 2, 3, 4 കൂടി കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 50 കോടി മുസ്ലിം, ലോക മുസ്ലിം ജനസംഖ്യയുടെ ഒരു 1/3 കൂടുതൽ ഈ ഒരൊറ്റ രാജ്യത്താവും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ 18 കോടി മുസ്ലിങ്ങളെ സഹിക്കാൻ പറ്റാത്ത ആളുകൾ എങ്ങനെ നാളെ 50 കോടി മുസ്ലിങ്ങളെ സഹിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചോദ്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ കഥ ഒരു മിക്കവാറും നേരെ തിരിഞ്ഞനെ. ഇപ്പൊ ഈ ഇന്ത്യ വിഭജിച്ചതിന് നെഹ്റുവിനെ ചീത്ത പറയുന്ന ആളുകൾ അന്നൊരു പക്ഷേ നെഹ്റുവിന്റെ എല്ലാ മോത്തിലാലിനെ പറഞ്ഞേനെ, എന്തിന് ഇന്ത്യ വിഭജിക്കാഞ്ഞതിന്. ഇവരെയൊക്കെ അവരുടെ വീതം കൊണ്ട് തന്നെ പറഞ്ഞു വിടേണ്ടതല്ലായിരുന്നോ, എന്തിനും ഇവിടെ പിടിച്ചു വെച്ചു എന്നായിരിക്കും ഇന്ന് ഇവരുടെ ചോദ്യം. അപ്പൊ എന്തിനാണ് ഈ ചരിത്രത്തെ ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തെ വെറുതെ ഇങ്ങനെ കുറ്റം പറയല്ലേ, അന്ന് നടന്ന അല്ലെങ്കിൽ ഇന്ന ആളുടെ പരാജയം, മുസ്ലിങ്ങളുടെ വിജയം അല്ലെങ്കിൽ നെഹ്റുവിന്റെ പരാജയം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ്? അത് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഏത് സ്ഥിതിയിൽ നമ്മൾ ആവുമായിരുന്നു? അല്ലെങ്കിൽ ഇത്തരം ഒരു രാജ്യം, ഈ 175 കോടി ജനങ്ങളുടെ ഒരു രാജ്യം ഏത് രീതിയിൽ ഭരിക്കും, എങ്ങനെ അതിനെ കൊണ്ടുപോകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരികയാണ്. അതുപോലെ ഈ ഗംഗാ സമതലം, ഈ ബ്രഹ്മപുത്രയുടെ ഏരിയ, അതുപോലെ സിന്ധു നദീതടം എന്നൊക്കെ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ദേശങ്ങളാണ് ഇതൊക്കെ. 1 കിലോമീറ്ററിൽ 1000-2000 ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈ ലോകത്തുള്ള ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങൾ മുഴുവൻ, ചൈനയൊക്കെ ജനസാന്ദ്രതയിൽ വളരെ കുറവാണ്. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു പ്രദേശങ്ങൾ മുഴുവൻ ഒരുമിച്ച് ഒരൊറ്റ രാജ്യമായിട്ട് നിൽക്കുകയും അതിനെ മാനേജ് ചെയ്യുകയും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. ഞാൻ പറഞ്ഞ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ തെറ്റായ രീതിയിൽ ഒരു മതത്തിന്റെ മാത്രം പെർസ്പെക്ടീവിൽ നോക്കിയാൽ വളരെ തെറ്റായ പല ധാരണകളിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷെ അതൊന്നും ശരിയായിക്കൊള്ളുന്നില്ല. അപ്പൊ അപ്പം അതിന്റെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ
നരേന്ദ്ര നായിക്കൊക്കെ പോലെ ഇതിനെ തുറന്നു കാണിക്കുന്ന ചില ആളുകളുണ്ട്. കൃത്യമായി ഇവരുടെ ഈ ഇസ്ലാമിക ഹിന്ദു മുസ്ലിം ലഹളയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു മെഗാ സീരിയലാണ് ചരിത്രം എന്ന് പറയുന്നവരെ കൃത്യമായിട്ട് തുറന്നു കാണിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ഔറംഗസീബിന്റെ പട്ടാളത്തിൽ അദ്ദേഹം ഇത് പൊളിച്ചു, മന്ദിർ പൊളിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മസ്ജിദ് പൊളിച്ചതിന്റെ കഥകളുണ്ട്. അല്ലെങ്കിൽ ഛത്രപതി ശിവാജി, അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ ഓരോരോ ഈ ഹിന്ദു രാജാക്കന്മാരെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം സേനാപതികളും മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഹിന്ദു സേനാപതികൾ, ഇങ്ങനെ ഇത് ഒരു ഹിന്ദു മുസ്ലിം ചരിത്രമല്ല, ആക്ച്വലി ഇതൊരു രാഷ്ട്രീയ ചരിത്രമാണെന്നും ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായിട്ട് ഈ അജണ്ടയെ തുറന്നു കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആളുകളെ തുറന്നു കാണിച്ചാൽ അവിടെ അടുത്ത പ്രതികരണം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ജീവന ഭീഷണിയാണ് അടുത്തത് വരിക. അപ്പൊ അതുപോലെ തന്നെ വേറൊരു ആംഗിളിലേക്ക് നോക്കുക, ഈ ഹിന്ദു മതം എന്ന് പറയുന്നത് തന്നെ വലിയൊരു നുണയാണ്. കാര്യം അങ്ങനെ ഒരു മതം ഈ രാജ്യത്തില്ലായിരുന്നു. സെൻസസിന്റെ സൗകര്യത്തിന് വേണ്ടി മാത്രം നൺ ഓഫ് ദ അബവ് എന്നും പറഞ്ഞിട്ട് കൊടുത്ത ഒരു സാധനമാണ് ഈ ഹിന്ദു മതം. ആക്ച്വലി പറഞ്ഞാൽ ജാതികളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും പ്രായോഗികമായി ജാതികൾ മാത്രമേ ഉള്ളൂ. മതം നോക്കി ഇന്നാരും ഹിന്ദു മതത്തിൽ കല്യാണം കഴിക്കാറില്ല, ജാതി നോക്കിയേ കല്യാണം കഴിക്കാറുള്ളൂ. ജാതി നോക്കാത്തവൻ മതവും നോക്കില്ല, അല്ലെ? ജാതി നോക്കാതെ കല്യാണം കഴിക്കുന്നത് ഹിന്ദു മതം നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. അയാളെ സംബന്ധിച്ച് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒരു വ്യത്യാസമില്ല. ജാതി നോക്കുന്നവർ വളരെ കൃത്യമായിട്ട് ജാതി നോക്കും, മതത്തിന് അവിടെ ഒരു പ്രസക്തിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ വരുമ്പോ എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് പിന്നെ ഇവർ ഈ ഹിന്ദു മതം എന്നൊരു ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലത്താണ് ഹിന്ദു മതം എന്നൊരു ആശയം പ്രായോഗികമായിട്ട് പറഞ്ഞാൽ വന്നത്. ഈ മതത്തിന്റെ നേതാക്കൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്, നമ്മൾ നിങ്ങളും എന്നൊരു വ്യത്യാസമില്ല. അതുവരെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിൽ നമ്മൾ മാത്രം കയറിയാൽ മതിയായിരുന്നു. 2 പ്രാവശ്യം ജനിച്ച ദ്വിജർ എന്ന് പറയുന്നത് പൂണൂലിട്ട ആളുകൾ കുറച്ചുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശൂദ്രര് പോലെ അതിന്റെ അകത്ത് ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഒന്ന് എന്ന് പറഞ്ഞത് വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടില്ല, കൃത്യമായ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതിന്റെയൊക്കെ നീണ്ട ചില ചരിത്രങ്ങളുണ്ട്. നമ്മളിത് നോക്കി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിം വോട്ട് ബാങ്ക്, ന്യൂനപക്ഷ വോട്ട് ബാങ്ക് എന്നൊക്കെയുള്ള ഈ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് തുടങ്ങിയത് ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല അതിന്റെ അകത്ത്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എല്ലാവരും കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ മാത്രമേ കളിക്കുന്നുള്ളൂ എന്നുള്ള ധാരണ വളരെ തെറ്റാണ്. അപ്പോ ഇത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഈ ജാതി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിലും വളരെ വലിയൊരു പ്രശ്നമാണ്. ഈ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ തീവ്രവാദത്തെ അല്ലെങ്കിൽ ഹിന്ദുത്വവാദത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ജാതിയുടെ ഒരു ഇമ്പാക്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ, ഫോർ എക്സാമ്പിൾ, ന്യൂനപക്ഷങ്ങളുടെ ഒരു മതചിഹ്നം അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്കുള്ള പ്രസരണത്തെ പലരും വിമർശിക്കാറുണ്ട്, ഞാനും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ജാതി പിന്തുടരുന്ന ആളുകളെ അങ്ങനെ ഒരു മോശക്കാരായിട്ട് ആരും കാണാറില്ല. അത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമായിട്ട്, പേരിലൊരു ജാതിവാൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ സ്വാഭാവികമായിട്ടാണ് പലരും ചിന്തിക്കുക. അല്ലെങ്കിൽ ഇപ്പം MES ഇത് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു, മുഖം മറച്ചിക്കുന്ന കുട്ടികൾ MES വേണ്ട, മുഖം മറയ്ക്കാതെ വന്നാൽ മതി MES എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനെതിരെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ വളരെ നല്ലൊരു തീരുമാനമാണ്. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം. നാളെ ചിന്മയ മിഷൻ പറയോ ഇവിടെ ജാതിവാലുള്ള കുട്ടികളാരും ചിന്മയ മിഷനിലേക്ക് വരണ്ടെന്ന്? ഇവിടെ നായർ, മേനോൻ, നമ്പൂതിരി മുതൽ വാട്ടേവറുള്ള ജാതിവാലുള്ളത്, അതൊരു ജാതി എന്ന് പറയുന്ന ഒരു മോശം ആചാരം തന്നെയാണ്. ഒട്ടും മാന്യമായ ഒരു കൺസെപ്റ്റ് അല്ല ജാതി എന്ന് പറയുന്നത്. എന്നാൽ ആ സാധനം കൊണ്ട് നമ്മൾ വിദ്യാലയത്തിലേക്ക് വരണ്ട, അത് വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കാര്യം അത് വളരെ മാന്യമായ ഒരു കാര്യമാണെന്നൊരു പൊതുബോധത്തിലേക്ക് നമ്മുടെ തലയിലേക്ക് കയറിപ്പോയി. ഈ ഹിന്ദുത്വ ആശയങ്ങളും ഇതിനെ വളരെ വളരെ മാന്യമായ ഒരു കാര്യമായിട്ട് അതിനെ വിചാരിക്കുകയും അതിനെ സംരക്ഷിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുന്നത്, ഈ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഈ നീണ്ട ഇത്രയും കഥ പറഞ്ഞ എന്തിനാന്ന് പറഞ്ഞാൽ, ഈ ഹിന്ദു മുസ്ലിം ദ്വന്ദ്ം എന്ന് പറയുന്നത് വെറും ഒരു ആവശ്യമില്ലാത്തൊരു നമ്മളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ട്രോമാൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമേ ഉള്ളൂ. ഇതിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. സാമൂഹ്യ നീതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും, അതുപോലെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് എത്രയും എഗെയിൻസ്റ്റ് ആണോ ഹിന്ദുത്വം എന്ന് പറയുന്ന അജണ്ട, അത് നമ്മളുടെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എതിരായിട്ടുള്ള ഒരു ആശയമാണ് ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയം. അപ്പൊ അതിനുശേഷം ഇനി വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവര് മാത്രം അല്ല കേട്ടോ, നമ്മളുടെ പത്തനംതിട്ടയിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഇദ്ദേഹം പറയുന്നത് തീവ്ര മതവിശ്വാസികൾക്കും യുക്തിവാദികൾക്കും ഈ രാജ്യത്ത് സ്ഥാനമില്ലെന്ന് മറ്റോ അദ്ദേഹം പറയുണ്ടായി. കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പാലാ സെന്റ് തോമസ് കോളേജിൽ ഒരു ലാത്തി ചാർജ് ഉണ്ടായി. വിദ്യാർത്ഥി സമരം വളരെ വയലന്റ് ആയി. ലാത്തി ചാർജ് നടത്തി പോലീസുകാർ കണ്ടിക്കണ്ടവരെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് ഒരാൾ മാത്രം പോലീസിനെ കണ്ടിട്ട് പേടിക്കുന്നില്ല, ഓടുന്നില്ല, അയാളിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു ഓടറാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു ലെക്ചറാണ്, എന്നെ തല്ലരുത് എന്ന് പറഞ്ഞു. പോലീസുകാരൻ, ലെക്ചർക്ക് എന്താ കോളേജിലെ കാര്യം എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു ചോദ്യമാണിത്. യുക്തിവാദിക്ക് എന്താണ് ജനാധിപത്യത്തിൽ കാര്യം എന്ന് ചോദിക്കും. ഈ ജനാധിപത്യം എന്ന കൺസെപ്റ്റ് എവിടുന്നൊന്നും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞ ആശയം, അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്ന ആശയങ്ങൾ വളരെ കൃത്യമായിട്ട്
യുക്തിചിന്തയിൽ നിന്ന് തന്നെ വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി യുക്തിവാദികളാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ മതവിശ്വാസികളാണെങ്കിൽ പോലും നിങ്ങളുടെ യുക്തിയിൽ നിന്നാണ് ഈ പറഞ്ഞ ജനാധിപത്യവും മതേതരത്വം എന്ന് പറയുന്ന ആശയങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ യുക്തി എന്നുള്ള ഒരു മതപുസ്തകത്തിൽ നിന്നും അങ്ങനെ ഒരു ആശയം വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്താണ് ഈ യുക്തിവാദം എന്നുള്ളതിനെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് സെക്യുലറിസത്തിലേക്ക് കടക്കാം. എന്താണ് യുക്തിചിന്ത? ഞാൻ ഈ പറഞ്ഞ പോലെ പാശ്ചാത്യ നാടുകളിൽ ഉത്ഭവിച്ച പല കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ട് അല്ലെങ്കിൽ ചരിത്രം രേഖപ്പെടുത്തി അവിടെ അതിന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഇപ്പം ചാർവാക ദർശനം എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്ത് ഒരു ചർച്ചയായത് കൃത്യമായി ഇതിനെക്കുറിച്ചൊരു രേഖപ്പെട്ട ചരിത്രം ഒരു ചർച്ച നടന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. റീസൺ വേഴ്സസ് ഫെയ്ത്ത്, ഇതാണ് ഒരു ചർച്ച. നമ്മളൊരു കാര്യം നടത്തുമ്പോൾ നമ്മൾ റീസൺ, നമ്മളുടെ യുക്തിചിന്ത, അതായത് നമ്മൾ കാര്യകാരണങ്ങൾ സഹിതം അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു കാര്യം, അതിനെ നമ്മൾ പിന്തുടരണം. നമ്മൾ വിശ്വാസത്തെ പിന്തുടരണം. അല്ലെങ്കിൽ നമ്മൾ അറിവുകളെ കുറിച്ച് പറയുമ്പോൾ 2 തരം അറിവുകൾ. ഒന്ന് നമ്മൾ മനുഷ്യർ അന്വേഷിച്ച് കണ്ടെത്തുന്ന അല്ലെങ്കിൽ നമ്മൾ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന അറിവുകൾ ഒരു സ്ഥലത്ത്. മറ്റൊന്ന് നമ്മൾ മതഗ്രന്ഥങ്ങളിൽ നിന്നോ വെളിപാടുകളിൽ നിന്നോ അല്ലെങ്കിൽ ഈവൻ ആത്മീയ ഗുരുക്കളിൽ നിന്നോ ഒക്കെ കിട്ടുന്ന അറിവുകളുണ്ട്. ഇപ്പൊ ഈയിടെ ഒരു കണ്ടുകാണല്ലോ, ചെങ്ങാതി വന്നിട്ട് ഫിസിക്സ് ഈസ് ദ കെമിസ്ട്രി ഓഫ് ദ ബയോളജി ഓഫ് യുവർ ബോഡി, ഡെപ്ത് ഓഫ് ദ ഫിസിക്സ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിലൊക്കെ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിൽ അർത്ഥമില്ല. ഇതിൽ എന്തൊക്കെയോ കുറെ വാക്കുകൾ ചേർത്തിട്ട് ഇവരെന്തൊക്കെയോ പറയുന്നുള്ളതല്ല. അത് അൾട്ടിമേറ്റ്ലി ഇതിൽ പ്രത്യേകിച്ച് അറിവുകളോ നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമോ ഇതിന്റെ അകത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചില കാര്യങ്ങൾ ബേസിക് അടിസ്ഥാനപരമായിട്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഏത് രീതിയിലാണ് നമ്മൾ സെക്യുലറിസത്തെ സമീപിക്കുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. അറിവ് അല്ലെങ്കിൽ വിശ്വാസം, ഇതിൽ യുക്തിയാണ് നമ്മൾ ബേസിക്കലി യുക്തിചിന്ത എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റാഷണലിസം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് യുക്തിചിന്ത വഴിയായ അറിവുകളാണ്. അപ്പൊ അതിന്റെ നമ്മളെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വന്നാൽ ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞാലും പാശ്ചാത്യ അറിവുകൾ നമുക്ക് എടുക്കാൻ പാടില്ല, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരണം എന്നുള്ള ഒരു ആവശ്യം വീണ്ടും വീണ്ടും പലരും പറയാറുണ്ട്. അതിന്റെ ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പം ഇന്ത്യയിൽ എന്താ പറയാ, ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ പ്രചാരത്തിൽ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ജവഹർലാൽ നെഹ്റുവാണെന്ന് നമുക്കറിയാം. 1946 ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം വഴി അദ്ദേഹം പ്രചാരത്തിൽ കൊണ്ടുവന്നൊരു ടേമാണ് ഈ സയന്റിഫിക് ടെമ്പർ. ഇതിനെക്കുറിച്ച് ഈയിടെ ഒരു ലേഖനം വന്നു 2-3 വർഷം മുതൽ. അതായത് മോദി 2015 ജനുവരിയിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ ഒരു വലിയ കോമഡിയായ ഒരു എന്താ പറയുക സയൻസ് കോൺഗ്രസ് നടന്നിരുന്നു. സയൻസ് കോൺഗ്രസ് അതിന് മുന്നേ അത്ര വലിയ കോമഡി അല്ലായിരുന്നു. മോദി വന്നതിന് ശേഷം പെട്ടെന്ന് അതിലാണ് ഈ പറഞ്ഞ ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറിയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നൊരു ഇതുണ്ട്. അതിനുശേഷം ഈ പഴയ ഒരു ശാസ്ത്രജ്ഞൻ ഡോക്ടർ പുഷ്പ ഭാർഗവ എന്ന് പറഞ്ഞിട്ട് നെഹ്റുവിന്റെ കാലത്തൊക്കെ അന്ന് മുതലേ ഉള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. ഇത് ഈയിടെയാണ് മരിച്ചത്, 2 വർഷം മുന്നേ മറ്റാണ് മരിച്ചത്. അദ്ദേഹം ഈ ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ഈ ആർട്ടിക്കിൾ ഇദ്ദേഹം ബേസിക്കലി സയന്റിഫിക് ടെമ്പറിനെയും സയന്റിഫിക് ടെമ്പർ ഇല്ലാത്ത ശാസ്ത്രജ്ഞന്മാരെയും കുറിച്ചാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് many who were occupying high positions were themselves not committed to scientific temper, which calls for rationality, reason, and lack of belief in any dogma, superstition, or manifested falsehood. ഇതാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പലർക്കും ഈ സയന്റിഫിക് ടെമ്പർ, യുക്തിയിൽ അധിഷ്ഠിതമായ സയന്റിഫിക് ടെമ്പർ ഇല്ല. അവരതിന് പകരം ചെയ്യുന്നത് അവർക്ക് അത് ഡോഗ്മകൾ, വിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റീഷ്യൻസ്, എന്താ പറയാ അന്ധവിശ്വാസങ്ങൾ, അതുപോലെ മാനിഫെസ്റ്റഡ് ഫാൾസ്ഹുഡ്, തെറ്റായ ധാരണകൾ, തെറ്റായ അറിവുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ആണ് നമ്മൾ ഭൂരിപക്ഷം എന്ന് അദ്ദേഹം പറയും. തുടർന്ന് അദ്ദേഹം 1967 അദ്ദേഹത്തിന്റെ വേറൊരു അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് സൊസൈറ്റി ഫോർ സയന്റിഫിക് ടെമ്പർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടാക്കി. അപ്പൊ ഇതിൽ അംഗത്വത്തിന് അവര് പറഞ്ഞിരുന്ന ഒരു ക്രൈറ്റീരിയയിൽ ഓരോ അംഗവും അവിടെ എഴുതി ഒപ്പിടേണ്ട ഒരു പ്രതിജ്ഞയുണ്ട്. അത് ആ പ്രതിജ്ഞ പറയുന്നത് ഇങ്ങനെയാണ്: I believe that knowledge can be acquired only through human endeavor and not through revelation. And that all problems can and must be faced in terms of man's moral and intellectual resources without invoking supernatural powers. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട യുക്തിചിന്തയുടെ ഡെഫിനിഷൻ ഇതാണ്. അതായത് കുറച്ചൊന്ന് വിശദമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ, വിജ്ഞാന സമ്പാദനത്തിനുള്ള ഏക മാർഗം മനുഷ്യ പ്രയത്നമാണ്. വെളിപാടുകളിൽ കൂടി കിട്ടുന്നത് വിജ്ഞാനമല്ല. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, നമ്മൾ അത് ആ വെല്ലുവിളികളെ നമ്മൾ നേരിടേണ്ടത് പ്രകൃതിയാതീത ശക്തികളെ അഭയം പ്രാപിച്ചുകൊണ്ടല്ല, മാനവീയതയിലും ബുദ്ധിശക്തിയിലും മാത്രം ആശ്രയിച്ച് വേണം നമ്മളുടെ പ്രശ്നങ്ങൾ നേരിടാൻ എന്നുള്ളതാണ്. ഇത് ഈ പറയുന്ന ഇത് അതിന്റെ വേറൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ, അത് ഈ ഒരൊറ്റ പ്രതിജ്ഞ അതിലുണ്ടായിരുന്നത് കൊണ്ട് മാത്രം ആ പ്രസ്ഥാനം പൊളിഞ്ഞു പോയി എന്നുള്ള അദ്ദേഹം പിന്നീട് പറയുന്ന ഒരു കാര്യമാണ്. കാര്യം ഒപ്പിടാനായിട്ട് വളരെ ഉന്നത നിലവാരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരും പലരും അതിൽ വിസമ്മതിച്ചു.
പക്ഷെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഏത് മതവിശ്വാസിയായാലും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ അറിവുകൾ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അത് വേറൊരു കാര്യം. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ഇന്നത്തെ ഒരു ചർച്ചയ്ക്ക് നമ്മൾ സെക്യുലറിസം എന്നുള്ള അല്ലെങ്കിൽ യുക്തിചിന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്ന കാര്യം നമ്മൾ മനുഷ്യ പ്രയത്നം കൊണ്ട് നേടിയ അറിവിനെയാണ് നമ്മൾ അറിവെന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ അറിവുകൾ കൊണ്ട് മാത്രമേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. പ്രകൃതിയാതീത ശക്തിയിലുള്ള വിശ്വാസം കൊണ്ട് നേടാൻ സാധിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം, ഇനി നിങ്ങൾക്ക് നിർബന്ധമാണ് അങ്ങനെ ഒരു വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചോളൂ. പക്ഷേ സെക്യുലറിസം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വേണ്ടിയത് ആ വിശ്വാസം വ്യക്തിപരമായി വെക്കുകയും സമൂഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ യുക്തിചിന്തയിൽ മാത്രം ഊന്നിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുമാണ് നമ്മളുടെ ആവശ്യം. അപ്പോൾ ഇങ്ങനെ ഒരു യുക്തിചിന്ത എന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് സെക്യുലറിസം എന്നുള്ള ആശയത്തിലേക്ക് നമ്മൾ വരുന്നത്. എന്താണ് സെക്യുലറിസം? എന്താണ് സെക്യുലറിസം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയണം, അതിനൊപ്പം തന്നെ എന്തല്ലെന്നും പറയണം. കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെക്യുലറിസത്തെ കുറിച്ച് കുറെ അധികം നുണകൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇതാണ്, അതിനെക്കുറിച്ച് അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ തെറ്റുകളുണ്ട്, അതിന്റെ ന്യൂനതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ വിശദമായിട്ട് എന്തല്ല എന്നും കൂടിയിട്ട് നമ്മളത് പറയേണ്ടി വരും. അതുപോലെ ഒരു നിർവചനത്തിന്റെ ഒരു പരിധിയിൽ തളച്ചിടാവുന്ന ഒരു കാര്യമല്ല പല സാമൂഹ്യ വിഷയങ്ങളും. അത് പലരും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ഫെമിനിസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാമൂഹ്യ നീതി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു കൗണ്ടർ ചോദ്യം, ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ വരുന്നത് ഇതിന്റെ നിർവചനം എന്താണ് സാമൂഹ്യ നീതി, എന്താണ് ഫെമിനിസം? അപ്പൊ അതിന് കുറെ അക്കാഡമിക് ഡെഫിനേഷൻ കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങളെ എതിർക്കേണ്ട വ്യക്തി ഉടനെ ചെയ്യുക, ഈ ഡെഫിനേഷനിൽ എന്തെങ്കിലും ന്യൂനതകൾ കാണുക, ഈ ഡെഫിനേഷനിൽ ഇന്ന പ്രോബ്ലം ഉണ്ടെന്ന് പറയുക. എന്നിട്ട് ഈ ആശയത്തെ അങ്ങനെ ആ ഡെഫിനേഷനിൽ ചുരുക്കുക, ഡെഫിനേഷനിൽ ആക്രമിച്ച് അവസാനം ആശയം പ്രസക്തമല്ലെന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡെഫിനേഷൻ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഡെഫിനേഷൻ ആണ് സെക്യുലറിസം അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് സെക്യുലറിസം ഇല്ല എന്നൊരു വാദം ഞാനിവിടെ ഉന്നയിക്കുന്നില്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു താത്വികമായ അവലോകനത്തിന് ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഡെഫിനേഷനിൽ ഒരു ആശയത്തെ തളച്ചിടാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എന്തല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ വളരെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സ്റ്റേറ്റ് നോസ് നോ റിലീജിയൻ. ഇതാണ് കൃത്യമായ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതേതരത്വം. സ്റ്റേറ്റിന് മതത്തെ അറിയില്ല. ഒരു മതത്തിന്റെ ഒരു അറിവുകളും മതത്തിന്റെ ആചാരങ്ങളെയും സ്റ്റേറ്റ് അംഗീകരിക്കുന്നില്ല. സ്റ്റേറ്റിന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സ്റ്റേറ്റ് അറിവില്ല, അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞൊരു ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ചിലർക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂട്ടത്തിൽ ഒരിക്കലും ഇങ്ങനെ ഡ്രൈവിന് പോകുമ്പോൾ അദ്ദേഹമാണ് വണ്ടി ഓടിക്കുന്നത്, ഞാൻ സൈഡിൽ ഇരിക്കണം. ഞാൻ അദ്ദേഹത്തോട് കൊണ്ട് ആ ചുവന്ന ബോർഡ് കാണുന്നിടത്ത് ലെഫ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ചുവപ്പ് കണ്ട അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഇങ്ങനെ വണ്ടി ഓടിക്കും, ഈ ചുമലയും പച്ചയൊക്കെ കണ്ടാലല്ലേ സിഗ്നലിൽ വരുമ്പോ? അപ്പൊ പറഞ്ഞു നമ്മുടെ നാട്ടിൽ പച്ച ലൈറ്റ് എല്ലാം ആരോ മാർക്കാണ്, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഫ്രണ്ടിലേക്ക് പച്ച ലൈറ്റുള്ള ആരോ മാർക്കാണ്, ചുവന്ന ലൈറ്റ് വട്ടത്തിലാണ്. ആരോ മാർക്ക് കാണുമ്പോൾ ഞാൻ മുമ്പോട്ട് പോയി ലെഫ്റ്റിലോട്ട് പോകും, വട്ടത്തിലുള്ള ലൈറ്റ് കണ്ടാൽ ഞാൻ നിർത്തും. ഞാൻ പറഞ്ഞു വരുന്നത് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ അതും ചിലർ മാനേജ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ചുരുക്കത്തില് ഈ മതത്തെ ഒരു കളറായിട്ട് നമ്മൾ വേണമെങ്കിൽ ആലോചിച്ച് നോക്കാം. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ എൻറ്റിറ്റിക്ക് കളർ ബ്ലൈൻഡ്നെസ് ആണ് എന്ന് നമുക്ക് ആലോചിക്കാം. ഈ പറയുന്ന കളർ, നമ്മൾ മതത്തിന് കളറുകളൊക്കെ മതങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ, കാവി, പച്ച, വെള്ള കളറല്ല. എന്നാലും ഇന്ന് പറയുന്ന പോലെ ഈ നിറങ്ങളെ എന്ത് പറയുന്നു, സ്റ്റേറ്റ് കാണുന്നില്ല. ഈ പറയുന്ന സുഹൃത്ത് ആരോമാർക്ക് കാണുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകുന്ന നിറത്തിന് അതീതമായി അതിൽ കാണുന്ന ഒരു സിഗ്നൽ അല്ലെങ്കിൽ കാര്യം മാത്രമേ സ്റ്റേറ്റ് കാണുന്നുള്ളൂ. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് പോലെ റിലീജിയൻ ബ്ലൈൻഡ് ആണ് സ്റ്റേറ്റ്. ഇതാണ് വളരെ എന്താ പറയാ സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് നമുക്ക് സെക്യുലറിസത്തെ കുറിച്ച് പറയാവുന്ന ഒരു ഡെഫിനേഷൻ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്യുലറിസം ജനാധിപത്യമൊക്കെ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് രണ്ട് രാജ്യങ്ങളുടെ കാര്യം പറയാം. ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയ, ഇന്ത്യ. ഇതിലേതാണ് കൂടുതൽ സെക്യുലർ ആയിട്ടുള്ള രാജ്യം? ഓസ്ട്രേലിയ എന്ന് മിക്കവാറും എല്ലാവരും തന്നെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലെ ക്വീൻ എലിസബത്ത് ആണ്. അവരൊരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് അല്ല. ആ രീതിയിൽ അതിൽ കുറഞ്ഞ ഒരു ഇംഗ്ലണ്ടിന്റെ കാര്യം പറയാൻ അങ്ങനെയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്നാണ് പറയുക. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ല. എങ്കിൽ പോലും അങ്ങനെ രീതിയിൽ പറഞ്ഞ ജനാധിപത്യം ഇന്ത്യയെ പോലെ കടലാസിൽ ഇന്ത്യയെക്കാളും അവരെക്കാൾ നല്ല ജനാധിപത്യമാണ് ഇന്ത്യക്ക്. എങ്കിലും പ്രായോഗിക തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം കടലാസിൽ മതം അവരുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ ഇവിടെയൊന്നും മതം വരുന്നില്ല. നമ്മളെല്ലാം കൂടുതൽ സെക്യുലർ ആയിട്ടുള്ള രാജ്യം ഏതാണ്, അതിൽ കൂടുതൽ ജനാധിപത്യപരമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഈ രാജ്യങ്ങളുടെ പേരൊക്കെ തന്നെ നമ്മൾ പറയും. അപ്പം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഒരു അലീജിയൻസ് പറയുമ്പോൾ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായി അങ്ങനെ ഒന്നില്ല. എങ്കിൽ പോലും ജനാധിപത്യത്തിലെ അവകാശങ്ങളെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും പറയുമ്പോൾ ഈ രാജ്യങ്ങളെ പ്രായോഗികമായി ഈ രാജ്യങ്ങളൊക്കെ നമ്മളെക്കാളും മുമ്പിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മതേതരത്വം ഉണ്ടാകാനായിട്ട് ജനാധിപത്യം വേണം എന്ന് നിർബന്ധമില്ല.
പക്ഷെ നമ്മൾ തിരിച്ചു മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാലും പക്ഷെ മതേതരത്വം ഇല്ലാതെ ജനാധിപത്യം നിലനിൽക്കില്ല. അതാണ് ഇതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഞാനിപ്പോ പറഞ്ഞല്ലോ സ്റ്റേറ്റ് നോസ് നോ റിലീജിയൻ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു നിർവചനത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നമ്മളുടെ ഒരു ഡൊണാൾഡ് യൂജിൻ സ്മിത്ത് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനുണ്ട്, പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആസ് എ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 1953 ഇന്ത്യയിലെ സെക്യുലറിസത്തെ കുറിച്ച് വളരെ ആധികാരികമായ ആദ്യത്തെ പഠനം നടത്തിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം പറയുന്ന സെക്യുലറിസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ 3 ലെവലിൽ 3 വിവിധ തലങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, വ്യക്തിയും മതവും തമ്മിലുള്ള ബന്ധം. ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വ്യക്തിയും മതവും, രണ്ടാമത് വ്യക്തിയും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം, മൂന്നാമത്തത് സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ, സ്റ്റേറ്റും മതവും. ഈ 3 കാര്യത്തിൽ നമ്മൾ ഈ ഇൻഡിവിജ്വൽ ആൻഡ് റിലീജിയൻ, വ്യക്തിയും മതവും എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അവിടെ ആക്ച്വലി സ്റ്റേറ്റ് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഒരു റോൾ അവിടെ ഇല്ല. മതസ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അതുപോലെ തന്നെ വ്യക്തിയും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധത്തിൽ മതം കടന്നു വരുന്നില്ല. ഒരു പൗരൻ എന്നുള്ള നിലയിൽ അയാളുടെ അവകാശങ്ങളും അയാൾക്ക് ചെയ്യേണ്ടതായ, അയാൾക്ക് സ്റ്റേറ്റിൽ നിന്ന് കിട്ടേണ്ടതോ അയാൾ സ്റ്റേറ്റിന് ചെയ്യേണ്ട കടമകളോ ഉൾപ്പെടെ ഉള്ള ബന്ധങ്ങളെക്കുറിച്ച് മാത്രമേ എഗെയിൻ ഈ പൗരത്വം എന്നുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ വ്യക്തിയും ഇൻഡിവിജ്വലും സ്റ്റേറ്റും എന്നുള്ള ആ ഒരു റിലേഷന്റെ പരിധിയിൽ വരുന്നുള്ളൂ. ആക്ച്വലി ഈ കോർ, നമ്മളുടെ മതേതരത്വം എന്ന് പറയുന്നതിന്റെ കോർ ഇത് വരുന്നത് ഈ സ്റ്റേറ്റും റിലീജിയനും, മതം എന്ന് പറയുന്ന ആ ഒരു സംവിധാനവും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ബന്ധം, അതിലൊരു റിലേഷനോ ആ റിലേഷൻ ഇല്ലായ്മയെ കുറിച്ചാണ് മതേതരത്വം പറയുക. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഈ സ്റ്റേറ്റും അല്ലെങ്കിൽ മതേതരത്വം, സ്റ്റേറ്റ് മതത്തെ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ പ്രായോഗിക രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ വിവിധ തലങ്ങളുണ്ട്. ആദ്യത്തെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഭരണഘടന, അവിടെ നമ്മൾ മതത്തെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ മതത്തിന്റെ യാതൊരു അറിവുകളും ഭരണഘടനയിൽ ഇല്ല. ഇപ്പൊ ഇന്ത്യയിൽ ഏകദേശം ആ ഒരു കാര്യത്തിൽ നമുക്ക് വലിയ തെറ്റ് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മുടെ ഭരണഘടന ഉള്ളത്. രണ്ടാമത് വരുന്ന തലം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ സർക്കാർ ഓഫീസുകൾ, യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ തുടങ്ങി സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്കൂളുകൾ, ഇങ്ങനെയുള്ള സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളിലെ മതേതരത്വം ഏത് ലെവൽ വരെ ഉണ്ട്. അവിടെ നമ്മൾ നോക്കുമ്പോഴാണ് പല സമയത്തും പല സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും പ്രാതിനിധ്യമില്ലായ്മ, ചിലരുടെ വിവേചനം, ഇങ്ങനെയുള്ള പല കേസുകളും നമ്മൾ വീണ്ടും ഈ അടുത്തിടെയായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ മതത്തിന്റെ സ്വാധീനം, അല്ലെങ്കിൽ ജാതിയുടെ, മതം എന്ന് പറയുമ്പോൾ ജാതി ഉൾപ്പെടെയാണ് പറയുന്നത്, ജാതിയുടെയും മതത്തിന്റെയും സ്വാധീനം നല്ല നിലയിൽ പല സ്ഥലത്തും ഇപ്പോഴും ഉണ്ട്. അതിനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഒരു മൂന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലങ്ങളിലേക്ക് നമ്മൾ ഗവൺമെന്റിന്റെ അല്ലാത്തതായ പൊതുസ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഒരു സർവീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണം കൊടുത്ത് നമ്മളൊരു ഏത് സ്ഥാപനത്തിലും ഒരു കടയിൽ പോകുന്നു, അവിടെയുള്ള സ്ഥലത്ത് പൊതു ഇടങ്ങളിലെ മതേതരത്വം എന്ന് പറയുന്ന അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതാണ്. കാര്യം, ഞാൻ പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്നിടത്ത് അവിടുത്തെ കട ഉടമസ്ഥന്റെ മതം ഞാൻ അറിയേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം ആ മതം എന്റെ പുറത്ത് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കിപ്പോ ആ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മെഡിക്കൽ സ്റ്റോറോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ അയാളുടെ മതം അല്ലെങ്കിൽ മതവിശ്വാസം, ഞാൻ വാങ്ങിക്കുന്ന എന്റെ പ്രോഡക്റ്റിനെ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഫീസ് കൊടുത്ത് എന്റെ കുട്ടിയെ ഒരു സ്കൂളിൽ വിടുന്നു, അവൻ അവിടെ ഒരു മതത്തിന്റെ പ്രഭാഷണം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു കാര്യം, അതായത് നമ്മൾ ഗവൺമെന്റിന്റെ അല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ എന്നാൽ പണം കൊടുത്ത്, ഈവൻ ചാരിറ്റി ചെയ്യുന്ന ആളുകൾ പോലും അവിടെ മതം, ഈ ചാരിറ്റിയുടെ ഗുണഭോക്താക്കളെ മതം കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, അവരെ മതപരിവർത്തനം ശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല. കാര്യം, മതം പറയാനുള്ള നിങ്ങളുടെ അവകാശം പോലെ തന്നെ ചാരിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസോ എന്താണെന്ന് വെച്ചാൽ അത് ലഭിക്കുന്ന ആൾക്ക് മതം കേൾക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ വിവിധ തലങ്ങളിലാണ് ഈ സെക്യുലറിസത്തിന്റെ പ്രയോഗത്തിൽ നമ്മൾ വരുന്നത്. ഭരണഘടനയിൽ ഉള്ളത് കൊണ്ട് പൂർത്തിയായി എന്ന അർത്ഥമില്ല. അത് പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിവിധ തലങ്ങളിൽ, സർക്കാർ സ്ഥാപനങ്ങളിൽ, അതിനുശേഷം അതിന് താഴെയുള്ള പൊതു ഇടങ്ങളിലും ഈ വിവിധ സ്ഥലങ്ങളിലുള്ള സെക്യുലറിസത്തിന്റെ പ്രയോഗം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ സെക്യുലറിസം എന്നും നമ്മൾ മതേതരത്വം എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ സെക്യുലറിസം എന്ന വാക്കിൽ മതമില്ല, പക്ഷെ റിലീജിയൻ എന്നുള്ളതിന്റെ ഒരു സൂചന ഇല്ല, ഇൻഡയറക്റ്റ് ആയിട്ടേ ഉള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ അതായത് മതേതരത്വം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അകത്ത് മതം കടന്നു വരികയാണ്. ഒരു അവിനാഷ് എന്ന് പറയുന്ന ഒരു പേരെടുത്ത്, ആ പേരിൽ തന്നെ വിനാഷ് ഉണ്ട് എന്ന് ചിലർ പറയും. ഈയിടെ കുറെ സംഗീത സുഹൃത്തുക്കൾ എന്റെ പ്രൊഫൈലിൽ വന്നത്, എന്റെ പേരിന്റെ അവസാനത്തെ 3 അക്ഷരം DIE, ഡൈ എന്നാണ്, നീ മരിക്കണം എന്നൊക്കെ പറയുന്ന ഇങ്ങനെ കുറെ ഉപയോഗങ്ങളുണ്ട്. എനിവേ, അതൊരു കുറച്ച് കടന്നുപോയി. എന്ന് പറഞ്ഞാലും ഈ മതേതരത്വം എന്ന് പറയുന്നതിന്റെ അകത്ത് മതം ഉണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യത്തിൽ നമ്മൾ ഈ സയൻസും ശാസ്ത്രവും എന്ന് പറയുന്നത്, ശാസ്ത്രം
എന്ന് പറയുമ്പോൾ അതിൽ പല സ്യൂഡോ സയൻസുകളും കടന്നുകൂടുന്ന ഒരു പതിവുണ്ട് എന്ന് പറയുന്നതുപോലെ തന്നെ അതുകൊണ്ട് പലരും സയൻസ് എന്ന് പറയും. അതുപോലെ ഈ മതേതരത്വം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇന്ത്യൻ കോണ്ടെക്സ്റ്റോ അത് മതങ്ങളുടെ സ്വാധീനമോ കുറച്ച് കൂടുതലുള്ള ഒരു പദമായതുകൊണ്ട് ഞാൻ പേഴ്സണലി സെക്യുലറിസം എന്ന വാക്ക് തന്നെയാണ് അവിടെ പ്രിഫർ ചെയ്യുന്നത്. സോറി, അതെ, ജനാധിപത്യം. ഓക്കെ. അപ്പം ഇനി വേറൊന്നെന്ന് പറഞ്ഞാൽ ഈ സെക്യുലറിസത്തിന് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ് നോസ് നോ റിലീജിയൻ എന്നുള്ളതിന് പാരലലി വേറൊരു നിർവചനം അതിന്റെ ഒപ്പം തന്നെ ഉരുത്തിരിഞ്ഞൊന്ന് നൽകുന്നുണ്ട്. സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്നൊരു നിർവചനമുണ്ട്. അത് വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലാണ് ഇത് ഉരുത്തിരിഞ്ഞു വന്നത്. അതുകൊണ്ട് അവിടെ ഉള്ള പ്രധാന മതം എന്ന് ജൂതന്മാർ ഒഴിച്ച് ബാക്കി പിന്നെ ഉണ്ടായിരുന്ന പറയപ്പെടുന്ന മതം എന്ന് പറയുന്നത് ക്രിസ്തു മതമായിരുന്നതുകൊണ്ടും ഈ പല രാജ്യങ്ങളിലും ജൂതന്മാർ വലിയ ശക്തിയല്ലായിരുന്നതുകൊണ്ടും ഈ ക്രിസ്തുമതത്തെ നോക്കിയിട്ട് സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്, യൂതന്മാർ കാര്യമായിട്ട് സ്റ്റേറ്റിൽ ഇടപെട്ടിരുന്നില്ല. അവർ പക്ഷെ അവർക്ക് അതിനുള്ള സാധ്യതയില്ലായിരുന്നു. ഇടപെട്ടിരുന്നത് വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും സഭയാണ് അതിൽ ഇടപെട്ടിരുന്നത്. അവർ കിട്ടുന്ന ചാൻസ് എല്ലാം ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് റിലീജിയൻ എന്ന് പറയുന്നത് കൊണ്ട് ഇതൊരു ക്രിസ്ത്യൻ കൺസെപ്റ്റാണ് സെക്യുലറിസം എന്നൊക്കെ പറയുന്നുണ്ട്. അത് വളരെ വളരെ തെറ്റായ ഒരു ധാരണയാണ്. കാര്യം ക്രിസ്ത്യൻ മതത്തെ അവിടുന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് പറയുന്നത്. അത് ക്രിസ്തു മതത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കൺസെപ്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പൊ ഈ സെക്യുലറിസം ഇന്ത്യയിൽ പറയുന്ന ഒരു ചില ഒരു എതിർവാദങ്ങൾ, അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഇതിനെക്കുറിച്ചുള്ളതെന്ന് പറഞ്ഞാൽ പല മതങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, സിഖുകള്, പാർസികള് അങ്ങനെ പല പല മതങ്ങൾ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഒത്തുതീർപ്പ് ഫോർമുലയാണ് മതേതരത്വം എന്നൊരു ധാരണയാണ് പലരും ഈ മതേതരത്വത്തെ കുറിച്ച് പറയുന്നത്. ഇത് വളരെ തെറ്റായൊരു ധാരണയാണ്. മതേതരത്വം എന്ന ആശയം ഉരുത്തിരിഞ്ഞു വരുന്നത് ഒരൊറ്റ മതം മാത്രം വളരെ ആധിപത്യമുള്ള, ആ മതത്തിന് മാത്രം സ്വാധീനമുള്ള യൂറോപ്പിൽ നിന്നാണ് സെക്യുലറിസം എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഹിന്ദുക്കൾ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ സെക്യുലറിസത്തിന്റെ ആവശ്യം വരില്ല എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. കാര്യം ഒരു പല മതങ്ങളുടെ വൈവിധ്യമല്ല സെക്യുലറിസം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിച്ചത്. ഒരു മതമാണെങ്കിൽ പോലും ആ മതം സ്റ്റേറ്റിൽ ഇടപെടുന്നതും മതത്തിന്റെ അന്ധവിശ്വാസങ്ങളും പുരോഹിതന്മാരുടെ അധികാരങ്ങളും സ്റ്റേറ്റിന്റെ ഭരണത്തിൽ ഇടപെടുന്നത് അരോചകമായിട്ട് മാനവീയവാദികൾക്ക് തോന്നിയതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് മതവും രാജ്യവും അല്ലെങ്കിൽ സ്റ്റേറ്റും ഭരണവും വേറെ വേറെ, വേറെ പള്ളിക്കൂടം വേറെ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ അത് തീർത്തും ഈ ഒരു ഇതിലല്ല. എന്നാലും രണ്ടിനും വ്യത്യസ്തമായ ഒരു സെറ്റപ്പ് ഉണ്ടാവുക. അതിൽ മതം സ്റ്റേറ്റിൽ ഇടപെടാതിരിക്കുക, ജനങ്ങളുടെ ഭരണകാര്യം സ്റ്റേറ്റ് മാത്രം നോക്കുക എന്നൊരു ഒരു വേർതിരിവ് വന്നത് ഒരൊറ്റ മതം മാത്രമുള്ള ഒരു ഇതിലാണ്. അതുകൊണ്ട് ഇതൊരു ഒത്തുതീർപ്പ് ഫോർമുലയല്ല മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ. അതുപോലെ ഈ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മതേതരത്വം എന്ന് പറയുന്ന ഇത് ഈ യൂറോപ്പിലുള്ള ആ കാലത്തുള്ള പ്രശ്നങ്ങൾ നമ്മളൊരു നവോത്ഥാന കാലം അതുപോലെ പ്രൊട്ടസ്റ്റന്റ് മതം വിഭാഗം ഉരുത്തിരിഞ്ഞു വരുന്ന മാർട്ടിൻ ലൂതറിന്റെ കാലം പോലെ നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, യൂറോപ്പിലെ പ്രശ്നങ്ങൾ വിവിധ മതങ്ങൾ തമ്മിലല്ല, ഒരേ മതത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലാണ് അവിടെ അഥവാ പ്രശ്നം ഉണ്ടെങ്കിലുള്ളത്. പ്രൊട്ടസ്റ്റന്റുകളും കത്തോലിക്കരും അങ്ങനെയുള്ള വിഭാഗങ്ങളും തമ്മിലാണ് പ്രധാനമായി അവിടെ പ്രശ്നമുള്ളത്. അപ്പോൾ ഈ കത്തോലിക്ക ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യങ്ങൾ, ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റുകാർ ഭീതിയോടെ നോക്കുകയും സർക്കാരിനെ നോക്കുകയും, അതേസമയം പ്രൊട്ടസ്റ്റന്റ് രാജാവുള്ള ഇപ്പൊ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഹെഡ് എന്ന് പറയുന്നത് തന്നെ ക്വീൻ എലിസബത്ത് ആണ്, ഇംഗ്ലണ്ടിലെ കിരീടധാരിയാണ്. അപ്പൊ ആ ഒരു രാജ്യങ്ങളിലെ കത്തോലിക്കരും ഭീതിയോടെ സർക്കാരിനെ നോക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് മതം ഒന്ന് തന്നെയാണെങ്കിലും മതത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും മതേതരത്വമാണ് അവിടെ ഒരു സൊല്യൂഷനായിട്ട് വരുന്നത്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ജാതിയുടെ പ്രശ്നം പറഞ്ഞു. ഈ മതേതരത്വം എന്ന് പറയുന്ന ആശയം മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ പാർസികൾക്കോ സിഖുകാർക്കോ മറ്റ് മതക്കാർക്ക് വേണ്ടതിന്റെ ഒപ്പം തന്നെ സെക്യുലറിസം എന്ന് പറയുന്ന ആശയം വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഹിന്ദു മതത്തിൽ തന്നെയുള്ള, ഹിന്ദു എന്ന് പറയുന്ന മുന്നണി എന്നേ ഞാൻ പറയുള്ളൂ, മതം എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ആ ഒരു ഗ്രൂപ്പിലുള്ള ചില വിഭാഗങ്ങൾക്ക്, ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ആണ് ഒരു പക്ഷേ സെക്യുലറിസം എന്ന ആശയത്തിന് മറ്റ് മതങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം അവർക്കാണ്. ഒരു മതത്തിലെ പ്രബലമായൊരു വിഭാഗം, സവർണരെന്നോ ബ്രാഹ്മണരെന്നോ ഒക്കെ പറയുന്ന ഒരു പ്രബലമായൊരു വിഭാഗം മറ്റു വിഭാഗത്തെ ചൂഷണം ചെയ്യുന്നതിൽ അവരുടെ മതവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്നും മറ്റുള്ളവരെ രക്ഷിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് അത് ആ ഒരു അടിച്ചേൽപ്പിക്കൽ അവർ അതിൽ നിന്ന് മാറി നിൽക്കുകയും അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അവരുടേതായ രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയിട്ടാണ് ഈ മതേതരത്വം എന്ന് പറയുന്ന ആശയം മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അപ്പോ ഈ പറഞ്ഞു വന്നത് സെക്യുലറിസം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ഒരു മതം മാത്രമുള്ള സ്ഥാനത്തും സെക്യുലറിസം നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ വിവിധ മതങ്ങൾ തമ്മിലുള്ള വിവിധ മതങ്ങളുടെ നിലനിൽപ്പിന് എന്നതിനേക്കാൾ ഉപരി ഒരു മതത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള
നല്ല ബന്ധത്തിനോ അല്ലെങ്കിൽ അത് പൊതുവേദിയിലെ പൊതു ഇടത്തിലേക്ക് പൊതുസ്ഥലങ്ങളിലേക്ക് അവരുടെ കോൺഫ്ലിക്റ്റുകൾ വരാതിരിക്കാനും സെക്യുലറിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് അതിനെ തിരിച്ചറിയാതിരിക്കുന്ന ഒരു ആദർശം വളരെ അത്യാവശ്യമാണ്. അപ്പോ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിവിധ മതങ്ങൾ തമ്മിൽ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം അത് പറയുന്ന ഒരു രേഖയാണോ മതേതരത്വം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു രേഖയല്ല. അത് മറ്റൊരു തെറ്റിദ്ധാരണയാണ്. അതായത് ലോകത്ത് ഇപ്പൊ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഇതാ മതേതരത്വം മരിച്ചു, മുസ്ലിങ്ങൾ കൊന്നു എന്ന് പറയുന്ന ഒരു രീതിയാണ് സംഘപരിവാർ ഉടനെ എടുത്തിടുക. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു കമ്മ്യൂണൽ കോൺഫ്ലിക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ അത് മതേതരത്വത്തിന്റെ പുറത്താണ് അതിന്റെ കുറ്റം ചാർത്തി കൊടുക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തിൽ വിവിധ മതസ്ഥർ ഇടപെടുന്ന എല്ലാ കാര്യത്തിലും അതിന്റെ മധ്യസ്ഥം വഹിക്കാൻ വരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരല്ല മതേതരത്വം എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഹിന്ദു ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ആണെന്ന്. അപ്പൊ നിങ്ങൾ വേറൊരു സമുദായത്തിൽ ഒരു മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമില്ല, വഴിയിൽ വെച്ച് ഒരാളെ കാണുന്നു, നിങ്ങൾ അയാളെ അടിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മരണ സെക്യുലറിസം ഉള്ളതുകൊണ്ടൊന്നുമല്ല. അത് ചെയ്യാതിരിക്കുന്നത് ഒന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ദുഷ്ടനായ ഒരു മനുഷ്യനല്ല, നിങ്ങൾക്ക് കുറച്ച് മാനവീയത ഉള്ളിലുണ്ട്, കുറച്ചൊക്കെ വിരോധം ഉണ്ടെങ്കിൽ അയാൾ അടിക്കാൻ പാടില്ല എന്നുള്ള ധാരണ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് IPC പേടിയുണ്ട്, ഇന്ത്യയിലെ ശിക്ഷാ നിയമത്തെയും പോലീസിനെയും പേടിയുള്ളതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാത്തത്. അപ്പൊ ഈ പറയുന്ന സംഭവം വിവിധ മതങ്ങൾ അല്ലെങ്കിൽ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള കോൺഫ്ലിക്ട് വരുന്നത് അത് ഭരണഘടനയുടെയോ സെക്യുലറിസത്തിന്റെയോ ലേബലല്ല, അതൊരു പക്ഷേ IPCയുടെ അല്ലെങ്കിൽ പോലീസിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കേസ് അല്ലെങ്കിൽ ഒരു FIR ഒരു വഴക്കുണ്ടായി, അതിലെ വാദിയും പ്രതിയും രണ്ട് വ്യത്യസ്ത മതങ്ങളിലാണെങ്കിൽ ഉടനെ അവിടെ ചാടി വീഴേണ്ട അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കേണ്ട ഒരു സംവിധാനത്തിന്റെ പേരല്ല പലരും വിചാരിക്കുന്ന പോലെ മതേതരത്വം എന്ന് പറയുന്നത്. മതേതരത്വം എന്ന് പറയുന്നത് വേറൊരു തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തത്വമാണ്. അതായത് ലോകത്തിൽ ഇന്ത്യയിലെ അപ്പൊ ഈ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം. എവിടെയെങ്കിലും മതസ്പർദ്ധ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു മതത്തിലെ വേറൊരാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ അതിന് സമാധാനം പറയേണ്ട ഉത്തരവാദിത്വമല്ല സെക്യുലറിസ്റ്റിനുള്ളത്. അതിന്റെ റോള് നമ്മുടെ രാജ്യത്ത് വളരെ വ്യത്യസ്തമാണ്. അപ്പം അതുപോലെ വേറൊരു കാര്യം പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ സെക്യുലറിസം എന്നുള്ള രീതിയിൽ ഈ സർവ്വമത സമഭാവന എന്നൊരു തത്വം പലരും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതായത് അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആദ്യം സ്റ്റേറ്റ് നോസ് നോ റിലീജിയൻ എന്ന് നമ്മൾ പറഞ്ഞ സ്ഥലത്തുനിന്ന് അതിനെ സ്റ്റേറ്റ് നോസ് ഓൾ റിലീജിയൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് റെസ്പെക്ട്സ് ഓൾ റിലീജിയൻസ് എന്ന് കൊണ്ടുവരാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതല്ല മതേതരത്വം. കാര്യം ഇതിന്റെ അകത്ത് ഈ സർവ്വമത സമഭാവന എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എല്ലാ മതങ്ങളെയും ഒരുപോലെ മതത്തെ ബഹുമാനിക്കുന്നില്ല. മതത്തെ എനിക്ക് അറിയില്ല, മതം എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് സ്റ്റേറ്റ് അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു രീതി. അപ്പോൾ ഈ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം, അല്ലെങ്കിൽ മതങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും സ്റ്റേറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ആശയമല്ല നമ്മൾ ഈ പറയുന്ന ഒരു സെക്യുലറിസം. അതിന്റെ മറ്റൊരു രീതിയാണ് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അത് മതത്തിനെതിരാണ്, മതത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അത് മതവിരോധമാണ് എന്ന് പറയുന്ന ഒരു രീതിയുമുണ്ട്. ഇതും ഒരു തെറ്റിദ്ധാരണയാണ്. കാര്യം മതവിരോധമല്ല സെക്യുലറിസം എന്ന് പറഞ്ഞാൽ, മതവും സ്റ്റേറ്റും തമ്മിലൊരു ഫയർവാൾ, അത് തമ്മിലൊരു സെപ്പറേഷൻ, ഇത് രണ്ടും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നില്ല. ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ സെക്യുലറിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ പൊളിറ്റിക്സിൽ നമ്മൾ രാഷ്ട്രീയക്കാരെ സാധാരണ സംസാരിക്കുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും മതത്തിനെ ആരും എതിർക്കാറില്ല, വർഗീയതയാണ് എതിർക്കുക. എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാര്യം ഇത് രണ്ടും മതത്തിലെ വർഗീയ ലെവലിലേക്ക് വരുമ്പോഴാണ് ഇത് സമൂഹത്തിലേക്ക് വരേണ്ടത്, അല്ലെ? മതമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കോ, വേഴ്സ് നിങ്ങളുടെ ആരാധനാലയത്തിലോ അതിന്റേതായ രീതിയിലോ അത് സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രശ്നമില്ല, അത് സമൂഹത്തിലേക്ക് വരുന്നില്ല. സമൂഹത്തിലേക്ക് മതം കൊണ്ടുവരുന്നതിന് എന്റെ അടിസ്ഥാനത്തിൽ എന്റെ നിർവചനത്തിൽ ഞാൻ വർഗീയത എന്ന് തന്നെ പറയും. പക്ഷേ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കും, മതം രാഷ്ട്രീയത്തിൽ സമൂഹത്തിലേക്ക് വരുന്നതിനെ ഒരു രാഷ്ട്രീയക്കാരും പ്രസംഗങ്ങൾ ഇതുവരെ എതിർത്ത് ഞാൻ കേട്ടിട്ടില്ല. പാർട്ടി ഭേദമന്യേ ആരും മത രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് എതിർത്തിട്ടില്ല. പക്ഷെ സെക്യുലറിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിന് വളരെ എതിരാണ്. മതം എന്ന് പറയുന്ന കൺസെപ്റ്റ്, മതം എന്ന് പറയുന്ന എന്റിറ്റി, ആ ആശയം സമൂഹത്തിലേക്ക് വരുന്നതിന് എതിരാണ് സെക്യുലറിസം. പക്ഷെ നമ്മൾ അതിനെ ഒരു കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ വലിച്ചു നീട്ടി നമ്മൾ പറയുന്ന മതം എന്ന് പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല, വന്നോട്ടെ, സമൂഹത്തിൽ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ. വർഗീയത എന്ന് പറയാതിരുന്ന ഏതാണ് വർഗീയത? എവിടെയാണ് വർഗീയത? ഇതുവരെ എന്തെങ്കിലും ഒരു വർഗീയത ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ തല്ലി ചാവുമ്പോഴല്ലാതെ അതിൽ കുറഞ്ഞ ഒരു പ്രസ്ഥാനത്തിനും ഒരു പരിപാടിക്ക് ഒരു സംഭവത്തിനും വർഗീയത എന്ന് ആരും പേര് വിളിക്കില്ല. തമ്മിൽ തല്ലി ചാവുമ്പോൾ മാത്രം അവിടെ വർഗീയത എന്ന് പറയും. അങ്ങനെയല്ല. ഓരോ പ്രസ്ഥാനത്തിലും നമ്മൾ മതം ആവശ്യമില്ലാതെ നമ്മുടെ ഭരണത്തിലോ നമ്മളുടെ ഈ പറഞ്ഞ വോട്ട് ബാങ്ക് പൊളിറ്റിക്സോ ഇലക്ഷനിലോ ഏത് കാര്യത്തിലോ വിദ്യാഭ്യാസത്തിലോ എവിടെയും മതം ഇടപെടുന്നോ അതെല്ലാം സ്റ്റേറ്റ് നിയന്ത്രിക്കേണ്ട കാര്യങ്ങളിൽ എവിടെ മതം ഇടപെടുന്നോ അതെല്ലാം മതേതരത്തിന്റെ ലംഘനമാണ്. അത് വർഗീയതയായോ വെറും മതം മാത്രമേ ഉള്ളൂ എന്നുള്ളതൊക്കെ വളരെ അപ്രസക്തമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ സെക്യുലറിസം എന്ന പേരിൽ വീണ്ടും മതം അവിടെ കയറി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ,
വർഗീയത ആവാതിരുന്നാൽ മതി എന്നുള്ളൊരു ധാരണയും ഒട്ടും എന്താ പറയാ ശരിയായ ഒരു ഇതല്ല. അപ്പം ഇതിന്റെ ഈ ഒരു കൺസെപ്റ്റിന്റെ ഒരു എക്സ്റ്റൻഷനാണ് സെക്യുലറിസം എന്നൊരു ആശയം എവിടെയെങ്കിലും കൊണ്ടുവരുമ്പോൾ ഇത് സെക്യുലറിസം അല്ലെങ്കിൽ ചിലരുടെ മതത്തെ അപമാനിക്കുന്നു, അവഹേളിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ഇത് വ്യത്യസ്തമാണ്. കാര്യം മതം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ എല്ലാ സ്ഥലത്തും പ്രധാന സ്ഥാനത്ത് പിടിച്ചിരുത്തണം, ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നൊരു ആഗ്രഹം ചിലർക്കുള്ള സമയത്ത് അത് നടന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നമാവും അല്ലെ. അപ്പം ഈയിടെ ഒരു അപ്പോളജി വന്നു നമ്മുടെ പൂഞ്ഞാർ MLA PC ജോർജ്. പുള്ളി ഒരു ക്ഷമാപണം എഴുതി മുസ്ലിം സഹോദരന്മാർക്കെല്ലാം അയച്ചു. ഞാൻ എന്തോ പറഞ്ഞു പോയി, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ആ ലെറ്ററിൽ തന്നെ പറയുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളി ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ പുള്ളി കല്യാണങ്ങൾക്ക് അതുപോലെയുള്ള ഒരു ചടങ്ങുകൾക്കും ഇദ്ദേഹത്തെ ആരും ഇപ്പം വിളിക്കുന്നില്ല. പക്ഷെ ഒരു രീതിയിൽ ആലോചിച്ച് നോക്കിയാൽ ഈ നാട്ടിലുള്ള ചടങ്ങുകളിൽ മുഴുവൻ MLA പോകണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? എന്റെ കല്യാണത്തിന് ഞാൻ MLA വിളിച്ചില്ല, ഞാൻ കളക്ടറെ വിളിച്ചില്ല. ഇവരാരും എനിക്ക് ബന്ധമൊന്നുമില്ല, ഞാൻ ഇവരുമായിട്ട് ദിവസത്തിൽ ഫോൺ വിളിച്ച് സംസാരിക്കാറൊന്നുമില്ല. അപ്പൊ ചില ആളുകൾ അവർ നിൽക്കേണ്ട രീതിയിൽ നിൽക്കണം, അവരുടെ അപമാനമായിട്ട് നമ്മൾ കണക്കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാൽ ഉടനെ നമ്മുടെ നാട്ടിൽ പറയില്ല, ചെണ്ടപ്പുറത്ത് കോലു വയ്ക്കുന്നിടത്തെല്ലാം ഇദ്ദേഹം പോകണം, അവിടെ പ്രധാന ആളാവണം എന്നൊരു ആഗ്രഹം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അല്ലെ. അല്ലെങ്കിൽ മറ്റേ സിനിമയിൽ പറഞ്ഞ മരിച്ചു വീട്ടിൽ പോയാൽ ഡെഡ് ബോഡി ആവണം, കല്യാണം വീട്ടിൽ പോയാൽ മണവാളനാകണം എന്നൊരു ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം മതത്തിനുണ്ടെങ്കിൽ അത് ആ രീതിയിൽ അവിടെ ഇരിക്കട്ടെ. പക്ഷെ അത് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി സ്റ്റേറ്റ് അത് അംഗീകരിക്കണം എന്ന് പറയും. അത് ചെയ്യാതിരുന്ന സമയത്ത് എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെ ബാലിശമായൊരു വാദമാണ്. സ്റ്റേറ്റ് നിങ്ങളെ തിരിച്ചറിയുന്നില്ല. കാര്യം ഇവിടെ ഒരു കാര്യത്തിൽ ഈ സ്റ്റേറ്റിന്റെ ഭരണകാര്യങ്ങളിൽ നിയമകാര്യങ്ങളിൽ മതം തിരിച്ചറിയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഒരാളെ റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുന്നതും അപമാനിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ ഈ മതം ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ ഒരു നിലവിളി, ആ ഒരു നിലവിളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പേര് പെട്ടെന്ന് അയ്യോ മതമല്ലേ അപമാനിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥാനം കൊടുത്തെങ്കിലോ എന്നുള്ള ഒരു ധാരണയാണിത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മതത്തെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ മതത്തെ പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ ഏത് മതത്തെ പരിഗണിക്കും? ഇവർ തമ്മിൽ യോജിക്കുവോ? ഒരു മതത്തിൽ തന്നെ വിവിധ ജാതികൾ ഒരുമിക്കുവോ? ക്രിസ്ത്യാനികളിൽ തന്നെ പ്രൊട്ടസ്റ്റന്റും കത്തോലിക്കലും കത്തോലിക്കയിൽ തന്നെ ലത്തീനും സുറിയാനിയും യോജിക്കുവോ? മുസ്ലിങ്ങളിലുള്ള വിവിധ വിഭാഗങ്ങൾ യോജിക്കുമോ? യോജിക്കില്ല. ഇവർക്ക് തന്നെ അറിയായത് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പലരും സ്റ്റേറ്റിന്റെ പല നിയമങ്ങളിലും എന്റെ മതത്തെ അല്ലെങ്കിൽ എന്റെ മതത്തിന്റെ നിയമങ്ങളെ എന്റെ മതത്തിന്റെ ആചാരങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് എല്ലാം അറിയാം ഇത് നടക്കാൻ പോണ കാര്യമല്ല. കാര്യം ഒരു മതത്തിന്റെ ഏതൊരു ആശയം കൊണ്ടുവന്നാലും അതിന് ഘടകവിരുദ്ധമായ ആശയങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ വേറെ ഏതെങ്കിലും മതത്തിലുണ്ടാവും. ഇവരാരെയും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മതത്തെ അംഗീകരിക്കണം, മതത്തെ എന്താ പറയാ മതത്തിന് സ്ഥാനം കൊടുക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വന്നിട്ട് അവിടെയാണ് ഈ സർവ്വമത സമഭാവന എന്നൊക്കെ പറഞ്ഞിട്ട് മതേതരത്വം എന്നത് മാറ്റി എന്താ പറഞ്ഞത് ഒരു സർവ്വമത ഒരു സമ്മേളനം പോലെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും വിളിച്ചിരുത്തി ഒരുപോലെ സ്റ്റേജിലെത്തി ആദരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നൊരു ധാരണ കൊണ്ടുവരാൻ ഇത് തീർത്തും ജനാധിപത്യം അല്ലെങ്കിൽ ഈ സെക്യുലറിസം എന്ന ആശയത്തിന്റെ വിപരീതമായൊരു ആശയമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി സെക്യുലറിസം യുക്തിചിന്തയ്ക്ക് പണ്ടേ ഉണ്ട്. സെക്യുലറിസത്തിന് പുതിയതായിട്ട് വരുന്ന ഒരു ആരോപണമാണ് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ദൈവരാഹിത്യം, കുത്തഴിഞ്ഞ ജീവിതമാണ്. അപ്പം എവിടെയും സെക്യുലറിസം അല്ലെങ്കിൽ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ മതത്തിന്റെ എന്താ പറയാ ഒരു ആരോപണമാണ്. ഇത് വല്ലാത്ത പ്രശ്നത്തിലേക്കാണ് പോവുക. കാര്യം മതമില്ലാത്ത ജീവിതം കുത്തഴിഞ്ഞ ജീവിതം എന്നാണ് പൊതുവെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഈ തിയോക്രസികളെ കുറിച്ച് ആലോചിച്ചാൽ പല സ്ഥലത്തും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം പല ഇസ്ലാമിക രാജ്യങ്ങളുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ, സൗദി അറേബ്യ ഉൾപ്പെടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഭരണഘടന എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു ദാനമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ഒരു സംഭാവനയാണെന്നുള്ള രീതിയിലാണ് അവരെ തന്നെ കണക്കാക്കുന്നത്. അതുപോലെ ഭരണഘടന വഴി ഇസ്ലാമിക നിയമങ്ങൾ, ഇസ്ലാമിക വാല്യൂസ്, ഇസ്ലാമിക മൂല്യങ്ങൾ ജനങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും എത്തിക്കണമെന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ പല ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഒരു തിയോക്രസിയിൽ ഒരു മതാധിപത്യ രാജ്യത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അല്ലാത്ത രാജ്യങ്ങളിലെല്ലാം ജനങ്ങൾ ഉടനെ കുത്തഴിഞ്ഞ ജീവിതമാണോ നയിക്കുന്നത്? അത് ഭരണഘടനയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബന്ധമില്ല. കാര്യം ഈ മതങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ പല മതങ്ങളും പല ആശയങ്ങളും വ്യത്യസ്തമായ ആചാരങ്ങളും പുലർത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിലില്ല. പക്ഷെ ഈ മതം എന്ന് പറഞ്ഞാൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പറയാറുള്ള കാര്യങ്ങളുണ്ടല്ലോ. മതം എന്ന് പറഞ്ഞാൽ മൂല്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന മൂല്യങ്ങളിലൊന്നും ഭരണഘടനയ്ക്ക് എതിരല്ല. നമ്മൾ സ്നേഹം എന്ന് പറയുന്നു, കാരുണ്യം എന്ന് പറയുന്നു, അല്ലെ, പരസ്പര സ്നേഹം എന്ന് പറയുന്നു, സാഹോദര്യം എന്ന് പറയുന്നു, നീതി എന്ന് പറയുന്നു. ഇതൊന്നും ഭരണഘടനയ്ക്ക് എതിരൊന്നുമല്ല.
അപ്പൊ അതുകൊണ്ട് ഈ മതം ഇല്ലെങ്കിൽ ഉടനെ ഇവിടുത്തെ മൊറാലിറ്റി അങ്ങ് പൊളിഞ്ഞു വീഴും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഇന്നത്തെ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിയമങ്ങളിൽ ഉള്ള അപ്പം മതത്തിൽ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ IPC ആർക്കും മോഷ്ടിക്കാൻ അധികാരമൊന്നും കൊടുക്കുന്നില്ല, ഭരണഘടന മോഷ്ടിക്കാൻ അധികാരം കൊടുക്കുന്നില്ല, കൊല്ലാനുള്ള അധികാരം കൊടുക്കുന്നില്ല. 99% മതങ്ങൾ വേണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ഉണ്ട്. അതേ കാര്യങ്ങൾ അതിൽ മെച്ചമായ രീതിയിൽ കൃത്യമായ എന്താ പറയുന്നത്, വിശദമായ നിയമങ്ങളോടെ നമ്മുടെ രാജ്യത്ത് അതൊക്കെ നിലവിലുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിന്ന് വരില്ല. അതിപ്പം എന്താ പറയുക, ഇപ്പം മുത്തലാഖ് ബില്ല് വരുന്നു. മുത്തലാഖ് ബില്ല് എന്ന് പറയുമ്പോൾ ബഹുഭാര്യത്തിനെതിരെ ആദ്യം ഇവിടെ ബഹളം ഉണ്ടാക്കിയത് ഹിന്ദുക്കൾ തന്നെയാണ്. അംബേദ്കർ ഹിന്ദു കോഡ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നപ്പോൾ ഇവിടെ ബഹളം ഉണ്ടാക്കിയത് ഞങ്ങളുടെ ബഹുഭാര്യത്വം വേണമെന്ന് പറയുന്ന കേസുകൾ വരെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇത് ആരുടെ ഒരു വിഭാഗത്തിന്റെ കുത്തകയൊന്നുമല്ല. ഈ പറഞ്ഞ ഭരണഘടനയായിട്ട് നിരക്കാത്ത ആചാരങ്ങൾ എല്ലാ മതത്തിലും ഉണ്ടാവും, എതിർത്തിട്ടുണ്ട്. അപ്പൊ അന്ന് ഇതുപോലെ ഹിന്ദു കോഡ് ബില്ല് നമ്മൾ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ഒരു പുതിയ എഞ്ചിനാണ്. പക്ഷേ ഈ ഭരണഘടന കയറ്റി വെച്ചിരിക്കുന്ന IPCയും CRPCയും പോലുള്ള നിയമങ്ങൾ പലതും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു പഴയ ഫ്രെയിമിലാണ് നമ്മളൊരു പുതിയ എഞ്ചിൻ കയറ്റി വെച്ചിരിക്കുന്നത്. അംബേദ്കറെ പോലുള്ളവരുടെ ഒരു ദർശനം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നവീകരിക്കുക എന്നുള്ളതായിരുന്നു ദർശനം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹിന്ദു കോഡ് ബില്ല് എന്ന് പറയുന്ന ഒരു ഹിന്ദു വ്യക്തി നിയമം പരിഷ്കരിക്കാൻ പോയതിന്റെ പേരിൽ അംബേദ്കറെ പോലെ പ്രഗത്ഭനായ ഒരു വ്യക്തിക്ക് മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ട ഗതികേട് വന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അന്ന് ഞാൻ വായിച്ചിട്ടുള്ളതനുസരിച്ചിട്ട് ഇപ്പം ഹിന്ദു സ്ത്രീകൾക്ക് അവരുടെ വിവാഹമോചനം, അവരുടെ വ്യക്തിപരമായ സ്വത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പം അന്നും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. ഇങ്ങനെ വന്നാൽ ഞങ്ങളുടെ സ്ത്രീകൾ നിശാ ക്ലബിൽ പോയി ഡാൻസ് ചെയ്യും, നമ്മളുടെ സ്ത്രീകൾ മദ്യശാലയിൽ പോയി ഷാപ്പിൽ പോയി മദ്യം കഴിക്കും, അവർ ആണുങ്ങളില്ലാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കും. ഇതൊക്കെയാണ് ഹിന്ദു കോഡ് ബില്ല് വന്നപ്പോൾ പലർക്കും വലിയ പ്രശ്നങ്ങളായിട്ട് അന്ന് വിമർശിച്ച കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു മതം സ്വന്തം ആധിപത്യം തിരഞ്ഞെടുക്കുക, പിടിച്ചു നിർത്താൻ വേണ്ടി പറയുന്ന കുറെ വാദങ്ങൾ എന്നുള്ളതല്ലാതെ മതമില്ലെങ്കിൽ ഇവിടുത്തെ ധാർമ്മികത അല്ലെങ്കിൽ ഈ സമൂഹം മൊത്തം ഉടനെ പൊളിഞ്ഞങ്ങ് വീഴും എന്ന് പറയുന്നത് അത്ര യാതൊരു രീതിയിൽ നിലനിൽക്കുന്ന ഒരു വാദമല്ല. പിന്നെ ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ സെക്യുലറിസത്തിന്റെ വേറൊരു ആസ്പെക്ട് പ്രായോഗിക രീതിയിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു ചോദ്യം അത് ഈ നമ്മുടെ ഈ സമീപകാലത്ത് പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിലൊക്കെ പൊങ്ങി വന്നത്, പല സമയത്തും പൊങ്ങി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ഭരണഘടനയാണോ മതമാണോ വലുത്? ആചാരമാണോ ഭരണഘടനയാണോ വലുത്? സെക്യുലറിസത്തിന് ഇന്ന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിലോ ഭീഷണികളിലോ ഒന്നാണ് ഈ ഒരു ചോദ്യം. അപ്പം ഇങ്ങനെ വരുമ്പോ അവിടെ വേറൊരു കാര്യം, നമ്മൾ ഈ ആദ്യം പറഞ്ഞ രണ്ട് അറിവുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് മനുഷ്യപ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സയൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച അറിവ്, മറ്റൊന്ന് വിശ്വാസം അല്ലെങ്കിൽ വെളിപാട് വഴി വന്ന അറിവ്. ഒരു പൊതുസമൂഹത്തിൽ യാതൊരു കാരണവശാലും എല്ലാവർക്കും ബാധകമായ ഒരു നിയമം ഏതെങ്കിലും ഒരു വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും മനുഷ്യൻ പ്രയത്നിച്ച് കണ്ടുപിടിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറ്റുള്ളൂ. ഈ അറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മെഡിസിൻ അങ്ങനെ മാത്രം വിചാരിക്കരുത്. മനുഷ്യ സമൂഹം ആർജിച്ചെടുത്ത അറിവുകൾ വേറെ പലതും ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞാൽ പോലീസിംഗ്. മാന്യമായിട്ട് എങ്ങനെ പോലീസിംഗ് ചെയ്യണം എന്നുള്ളത് വളരെ എന്താ പറയുക ഒരു വിപുലമായൊരു സയൻസാണ്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്ക് അനുഭവിച്ചുള്ളവരും പലരും ഇവിടെ വന്നിട്ട് പറയുന്നത് അവിടുത്തെ പോലീസ് താരതമ്യമായിട്ട് പറയും. പോലീസ് വളരെ മനുഷ്യത്വപരമായിട്ട് നമ്മളോട് ഇടപെടുന്നു, പോലീസ് മാന്യമായിട്ട് ഇടപെടുന്നു, പോലീസ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നില്ല. അപ്പം എങ്ങനെ ഒരു പൗരനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു പൗരന്റെ അവകാശങ്ങളെ നിഷേധിക്കാതെ, പൗരനെ റോഡിൽ തടഞ്ഞു നിർത്താതെ, അല്ലെങ്കിൽ അവനെ എന്താ പറഞ്ഞ ഫിസിക്കലായിട്ട് അവനെ ശാരീരികമായിട്ട് കയ്യേറ്റം ചെയ്യാതെ, വളരെ മിനിമലായിട്ട് അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യാൻ വളരെ അത്യാവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം ഇതൊക്കെ ചെയ്തുകൊണ്ട് മാന്യമായിട്ട് എങ്ങനെ പോലീസിംഗ് നടത്താം. ഇതൊരു വലിയ ശാസ്ത്രമാണ്, ഒരു സയൻസാണ്. നമ്മുടെ നാട്ടിലുള്ള പല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും പഠിക്കാറുണ്ടെങ്കിലും പ്രയോഗത്തിലൊന്നും വരാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അതുപോലെ ഒരു സമൂഹത്തെ സാമൂഹ്യ നീതി അതൊരു വലിയൊരു ശാസ്ത്രമാണ്. പൊതുഭരണം അത് വലിയൊരു, നമ്മളിപ്പോ ഓരോ ഗവൺമെന്റിൽ ഓരോ ഓഫീസുകളിൽ പോയിട്ട് മാസക്കണക്കിന് അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ പില്ലർ ടു പോസ്റ്റ് എന്ന് പറഞ്ഞ പോലെ തൂണിലേക്ക് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു സയൻസ് തന്നെയാണ്, ഒരു നമ്മൾ ആർജിച്ചെടുത്ത ഒരു അറിവാണ്. ഇത് പലതും മത കാലഘട്ടത്തിലോ മത കോടതികളോ ഉണ്ടായിരുന്നത് അതൊന്നും ഇതിനെക്കുറിച്ച് പലരും പറയാറില്ല. പക്ഷേ ഈ ഒരു കാര്യം, അതായത് നമ്മൾ പറയുന്ന ഈ അറിവ്, നമ്മൾ ആർജിച്ചെടുത്ത മനുഷ്യ സമൂഹം ആർജിച്ചെടുത്ത അറിവ് നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ സർക്കാരിൽ നമ്മൾ പ്രവർത്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ഈ എന്താ പറഞ്ഞ സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ അറിവുകൾ മാത്രമേ നമുക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. നമ്മളെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ വെച്ചിട്ട് ഒരു സർക്കാരിന് ഭരിക്കാനോ നാളെ നിയമങ്ങൾ ഉണ്ടാക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിൽ ഒരൊറ്റ ഉത്തരവുമുള്ളൂ, ഭരണഘടനയാണോ മതമാണോ അല്ലെങ്കിൽ വിശ്വാസമാണോ വലുതെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അബൌവ് ഫെയ്ത്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ അബൌവ് റിലീജിയൻ, കോൺസ്റ്റിറ്റ്യൂഷൻ അബൌവ് കാസ്റ്റ്. എന്തൊരു ആശയം നിങ്ങൾ കൊണ്ടുവന്നാലും വിശ്വാസപരമായി എന്തൊരു ആശയത്തിന് മുകളിൽ നിൽക്കണം ഭരണഘടന എന്നുള്ള വളരെ വ്യക്തമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ.
ഇതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു തത്വം അംഗീകരിക്കാൻ നിങ്ങൾ യുക്തിവാദി ആയിക്കൊള്ളുന്ന നിർബന്ധമില്ല. വിശ്വാസിയാണെങ്കിലും അംഗീകരിക്കാം. വിശ്വാസം വ്യക്തിപരമായിട്ട് വെക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു തീവ്ര വിശ്വാസികളല്ലാത്ത ഒരുമാതിരി എല്ലാ മതവിശ്വാസികളും ദൈവവിശ്വാസം ഉള്ള ആളുകളും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഭരണഘടന എന്ന് പറയുന്നത് മതത്തിനും വിശ്വാസത്തിനും മുകളിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു കാര്യം. അങ്ങനെ തന്നെ നിന്നാലേ ഒരു സമൂഹം മുമ്പോട്ട് പോകുള്ളൂ. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മതത്തിന്റെ അഭിപ്രായം ഞാൻ കേട്ടില്ല എന്നത് എനിക്കൊരു അപമാനമായി തോന്നി എന്നൊക്കെ മതം പറഞ്ഞാൽ തൽക്കാലത്തേക്ക് പ്രത്യേകിച്ച് സൊല്യൂഷൻ ഒന്നുമില്ല. ഒരു ജനാധിപത്യ രാജ്യത്തിൽ, മതേതര രാജ്യത്തിൽ അത് അങ്ങനെ തന്നെ പോവുള്ളൂ. സോ ബി ഇറ്റ്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. വേറെ നമുക്ക് അവിടെ സത്യം പറഞ്ഞാൽ അവിടെ നമ്മൾ ഒളിച്ചു കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാഷ്ട്രീയക്കാർക്ക് ഒളിച്ചു കളിക്കേണ്ടി വരുമായിരിക്കും, അത് അവരുടേതായ നിലനിൽപ്പിന് വേണ്ടി പറയായിരിക്കും. പക്ഷെ ഇതുപോലൊരു രീതിയിൽ കൃത്യമായിട്ട് പറയാൻ സാധിക്കും, ഭരണഘടന, ഈ രാജ്യത്തെ നിയമങ്ങൾ മതത്തിനും വിശ്വാസത്തിനും മുകളിൽ നിന്നല്ലാതെ ഈ ഒരു സമൂഹത്തിന് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പം ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് യുക്തിവാദി സമൂഹത്തോട്, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരുടെയും ഒരു ഡ്രീം, ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യ രാജ്യത്ത് എല്ലാവരും യുക്തിവാദികളാവുന്ന ഒരു നല്ല നാളെ ആയിരിക്കും പല യുക്തിവാദികളുടെ ഒരു സ്വപ്നം. വളരെ നല്ലൊരു സ്വപ്നമാണ്, അത് എനിക്കുള്ളൊരു സ്വപ്നമാണ്. പക്ഷെ അതിനുശേഷമേ നമ്മൾ സമൂഹത്തിലെ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയൂ, നമ്മൾ ഇടപെടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ആയുസ് ഒരുപക്ഷെ ഇതുപോലെ ഒരു 10 തലമുറയുടെ ആയുസ് ഒരുപക്ഷെ അങ്ങനെ തന്നെ കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു തത്വം പോലെ ഒരു ജോക്കിയുടെ ഒരു പരസ്യമുണ്ട്, ജോക്കി ഓർ നത്തിങ് എന്ന് പറഞ്ഞിട്ട്. ജോക്കി വേണം, ഇല്ലെങ്കിൽ ഞാൻ ഒന്നും ഇടില്ല എന്ന് പറയുന്ന ഒരു അതിൽ എനിക്ക് വലിയ അഭിപ്രായമില്ല. യുക്തിവാദികൾ എല്ലാവരും യുക്തിവാദികളാവണം, എല്ലാവരും തികഞ്ഞ യുക്തിവാദം പറഞ്ഞു നടക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതുവരെ സമൂഹത്തിലെ ഒരു പരിഷ്കാരത്തിനും ഞാനില്ല. അല്ലെങ്കിൽ എന്താ പറയാ, മതത്തിന് വേണ്ടി നരബലി വരെ കൊടുക്കുന്ന ഒരു മനുഷ്യനും കയ്യിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ശക്തി ഉണ്ട്, ദൈവം എന്ന് പറയുന്ന ഒരു സാധ്യത ഉണ്ട് ഉണ്ടാവാം എന്ന് പറയുന്ന ഒരു മനുഷ്യനും തമ്മിൽ എല്ലാവരും ഒരേപോലെയാണെന്ന് നമുക്ക് വേണം, എല്ലാവരും അന്ധവിശ്വാസികളാണെന്ന് ഒരു സ്കെയിലാവുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിലും പ്രായോഗികമായിട്ട് അതിൽ വ്യത്യാസമുണ്ട്. ഞാനതിൽ വെക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു തത്വമാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അബോ റിലീജിയൻ എന്ന് പറയുന്ന ഒരു തത്വം അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ തീർച്ചയായിട്ടും സാമൂഹ്യ തലത്തിൽ, നമ്മളുടെ ഭരണപരമായ തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ ആ വ്യക്തിയുമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സഹകരിക്കാൻ പറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യൂട്ടോപ്പിയയിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ 136 കോടി ആളുകളെ യുക്തിവാദികളാവാൻ നമ്മൾ നോക്കിയിരുന്ന് നമ്മുടെ ജീവിതം കഴിക്കുകയും കൂട്ടുകയും ചെയ്യും. സമൂഹത്തിൽ നടക്കുന്ന ഒരു അനാചാരത്തോടും ഒരു ചൂഷണത്തോടും ഒരു അസമത്വത്തോടും നമുക്ക് പ്രതികരിക്കാൻ പറ്റാതെ നമ്മൾ ഈ യുക്തിവാദത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് യുക്തിവാദം വേണ്ട എന്നോ അത് തെറ്റാണോ അല്ലെങ്കിൽ അത് വേണ്ടെന്നുള്ള വ്യക്തി ജീവിതത്തിൽ ഞാൻ അത് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ സാമൂഹ്യ വിഷയങ്ങളിൽ, രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ മതേതരത്വം എന്ന ആശയം അംഗീകരിക്കുകയും ഭരണഘടന മതത്തിന് മുകളിലാണ്, അല്ലെങ്കിൽ ഇപ്പം ശാസ്ത്രീയ വിഷയങ്ങൾ വരുമ്പോൾ സയൻസ് അബോ റിലീജിയൻ, ഇപ്പം ഈ സയൻസ് കോൺഗ്രസിലൊക്കെ പറയുന്ന വിവരക്കേടുകളിൽ അത് തന്നെയാണ്. അപ്പം അറിവ് ഭരണഘടനയായാലും നിയമമായാലും സയൻസ് ആയാലും മതത്തിന് മുകളിലാണ് എന്ന് അംഗീകരിക്കുന്ന വിശ്വാസി എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുന്നത്, ആപാൽക്കാരിയല്ല, നമുക്ക് വലിയൊരു അപകടകാരി അല്ലാത്തൊരു വിശ്വാസിയാണ്. തീർച്ചയായിട്ടും നമുക്ക് സഹകരിക്കാൻ പറ്റിയ ഒരു ആളാണ് എന്നുള്ളതാണ് എന്റെ ഒരു വ്യൂ അതിനെക്കുറിച്ച്. അപ്പോ വേറൊരു 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഈ മതേതരത്വത്തെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഈ മതവാദികൾ കൊണ്ടുവരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ എന്ത് സംഭവിച്ചു, അവിടെ ദൈവം ഇല്ലായിരുന്നോ, കണ്ടോ സംഭവം പൊളിഞ്ഞ് മൊത്തം താറുമാറായി. അതുകൊണ്ട് മതേതരത്വം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതേതരത്വം എന്ന് പറയുന്നത് നിരീശ്വരത്വമല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യയിലെ എല്ലാ രാജ്യങ്ങളിലെയും ഒരു രാജ്യത്തെ എല്ലാ വ്യക്തികളെയും ഒരു എത്തിസ്റ്റിക് സൊസൈറ്റി അല്ല മതേതരത്വം എന്ന് പറഞ്ഞാൽ. എത്തിസ്റ്റിക് സൊസൈറ്റി ആക്കാനോ മതത്തെ നിർബന്ധപൂർവ്വം നിരോധിക്കാനോ ചിലർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു കാര്യം. പക്ഷെ അത് അവർ തെറ്റാണോ ശരിയാണെന്നുള്ള ചർച്ചയിലേക്ക് ഞാനിപ്പോ കയറുന്നില്ല. പക്ഷേ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതം നിരോധിക്കുകയും മതം പൂർണ്ണമായി സമൂഹത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അല്ല പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ആരെങ്കിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പരാജയം ഒരിക്കലും മതേതരത്വം എന്ന് പറയുന്ന ആശയത്തിന്റെ പരാജയം അല്ല. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ യുക്തിവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന യുക്തിവാദികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മതം ഇല്ലാതായതുകൊണ്ട്, മതത്തിലെ വിശ്വാസം ഇല്ലാതായതുകൊണ്ട് സമൂഹം പുരോഗമിക്കും എന്ന് ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ അത് തൽക്കാലം മാറ്റിവെക്കാം. കാര്യം മതം ഇല്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ പുരോഗതി കൈവരിക്കണമെങ്കിൽ നമ്മൾ മറ്റൊരു അറിവിന്റെ കാര്യം കൂടി പറഞ്ഞു. മനുഷ്യൻ ഇതുവരെ ആർജിച്ചെടുത്ത നൂറ്റാണ്ടുകളായി പല രീതിയിൽ പല മേഖലകളിലുമായിട്ട് നമ്മൾ ആർജിച്ചെടുത്ത അറിവുകൾ നമ്മുടെ കയ്യിൽ ഇന്നുണ്ട്. ആ അറിവ് നമ്മൾ സമൂഹത്തിന്റെ ഓരോ മേഖലയിലും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോലീസിംഗ് ഉൾപ്പെടെ, ഭരണം ഉൾപ്പെടെ, വിദ്യാഭ്യാസം ഉൾപ്പെടെ, മെഡിക്കൽ മേഖല ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും നമ്മൾ ഈ അറിവുകൾ പ്രയോഗിക്കുകയും നമ്മൾ ആ അറിവിന്റെ പൂർണ്ണമായ ഫലങ്ങൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ മാത്രമേ ഈ മതേതരത്വം എന്ന് പറഞ്ഞ ആശയം അല്ലെങ്കിൽ സമൂഹം പുരോഗമിക്കുകയുള്ളൂ. അതുകൊണ്ട്
മതമില്ലാത്ത അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് മതം ഇല്ലായിരുന്നു, അവിടെ പുരോഗതി ഉണ്ടായില്ല, അതുകൊണ്ട് സെക്യുലറിസം തെറ്റെന്ന് പറയുന്ന ആശയം ഇത് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ മതം ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം ആണെന്ന് തൽക്കാലത്തേക്ക് നമുക്ക് പറയാമെങ്കിലും, ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ്, ഒരു ഇടക്കാല താവളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിലും, ലക്ഷ്യം ഒരു മതരഹിത സമൂഹം ഉണ്ടാക്കിയത് കൊണ്ട് ഇവിടെ നാളെ മുതൽ ഒരു 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 നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എന്താ പറയുക, ഒരു സ്വപ്നസുന്ദര ദേശം കെട്ടിപ്പടുക്കാം അല്ലെങ്കിൽ മതത്തെ മാറ്റി നിർത്തിയ എന്ന് ആരും പറയുന്നില്ല. അങ്ങനെ ആരും ധരിച്ചു പോഷിക്കുന്നത് അവരുടെ തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് സെക്യുലറിസത്തെ കുറ്റം പറയാനായിട്ട് മതമില്ലാത്ത എന്താ പറയുന്നത് സിസ്റ്റംസ്, മതമില്ലാത്ത രാജ്യങ്ങൾ തകരും, സമൂഹങ്ങൾ തകരും എന്ന് പറയുന്നത് അല്ല. അതിൽ ഒരു കാര്യമില്ല. ആക്ച്വലി ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ള അറിവുകൾ, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ മതേതരത്വം ഇല്ലെങ്കിൽ അറിവുകൾ വേണമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉൾപ്പെടെ പല കാര്യങ്ങളും വേണ്ട രീതിയിലല്ല നടക്കുന്നു എന്നുള്ളത് ഒരുമാതിരി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പരിഷ്കരണങ്ങൾ വേണ്ട രീതിയിൽ നടത്തുക, അത് നടത്തുകയും ഈ പറഞ്ഞ അറിവുകൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാതെ മതത്തെ മാത്രം നോക്കിയിരുന്ന് പുരോഗതി ഉണ്ടായില്ല എന്ന് പറയുന്നത് ഒരു സൈഡും, അതുപോലെ തന്നെ മതവാദികൾ ഇതിന്റെ മറ്റേ സൈഡും പറയും നിരീശ്വരത്വം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ട ഒരു ആശയമാണെന്ന് പറയും. ഇത് രണ്ടും ഒരേപോലെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്ത ഒരു വാദങ്ങളാണ്. അതുപോലെ വേറൊരു കാര്യം, ഈ നമ്മളിപ്പോ ഈ യുക്തിവാദത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വിശ്വാസവും മതത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഹിന്ദുവിലൊക്കെ എഴുതുന്ന ഒരു പ്രൊഫസർ രാജീവ് ഭാർഗവ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസറാണ് അദ്ദേഹം ഈയിടെ എഴുതിയൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് നിരീശ്വരത്വം എന്ന് പറയുന്നത് പാശ്ചാത്യ സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ച് അവരുടെ മതങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരു ആശയമാണ്. നിരീശ്വരത്വം എന്നൊരു ആദർശം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മതം ഇല്ല, മതം അതോടെ തീർന്നു. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മതങ്ങൾ പലതും നിരീശ്വരത്വം എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഒരു രീതിയിൽ അവരുടെ അടിസ്ഥാന തത്വം തന്നെ നിരീശ്വരത്വമായിരുന്നു. അപ്പൊ അദ്വൈതം എന്ന് പറയുന്ന ആശയം ഒരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്, നമ്മൾ ഒരു പുറത്തുള്ള ഒരു ദൈവം, ഒരു നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എന്റിറ്റിയാണ് ദൈവം എന്നുള്ളൊരു ആശയത്തിന് എതിരാണ് അദ്വൈതം എന്ന് പറയുന്നത്. ബുദ്ധന്റെ ദർശനങ്ങൾ ദൈവമില്ലാതെ തന്നെയാണ് അവർ, ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റിൽ കേന്ദ്രീകരിച്ചുള്ള ദർശനമല്ല ബുദ്ധന്റെ ദർശനം. മഹാവീരന്റെ ദർശനം, അവിടെയും ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് വളരെ അങ്ങനെ ഒരു കൺസെപ്റ്റിലല്ല അദ്ദേഹത്തിന്റെ ദർശനം വരുന്നത്. ഈവൻ സിഖുകാരുടെ ദർശനങ്ങൾ അവരൊരു ദൈവം എന്ന് പറയുമെങ്കിലും ഒരു ഗ്രന്ഥ സാഹിബാണ് അവരുടെ പ്രധാന ഒരു എന്താ പറയുന്നത് ഒരു കേന്ദ്രം, അവരുടെ മതത്തിന്റെ കേന്ദ്രം. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കടവുൾ ഇല്ല എന്ന് പറയുന്ന ഒരു യുക്തിവാദം കൊണ്ട് ഹിന്ദുത്വത്തെ തോപ്പിക്കാന്ന് വിചാരിച്ചാൽ ഒരു പക്ഷെ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കാര്യം ദൈവം ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തിനും ഇവിടെയുള്ള നൂറുകണക്കിന് ജാതികൾക്കും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. കാര്യം ആ ഒരു ആചാരത്തെയാണ് അവരവിടെ മുറുകെ പിടിക്കുന്നത്. ഈ ജാതി വ്യവസ്ഥയും വർണ്ണാശ്രമ വ്യവസ്ഥയും തന്നെയാണ് അവർ മുറുകെ പിടിക്കുന്നത്. ഇപ്പം ഈ അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള തർക്കങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രബിന്ദു തന്നെ ഇതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അംബേദ്കർ പറയുന്നത് ജാതി നശീകരണത്തെ കുറിച്ചാണ്. ജാതി എന്ന് പറയുന്നത് നശിച്ചു പോകണം, അത് നിലനിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതേസമയം ഗാന്ധി പറയുന്നത് ജാതി അത്ര മോശമൊന്നുമല്ല, ജാതിയിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മാറ്റണം. വർണ്ണാശ്രമ വ്യവസ്ഥ വളരെ നല്ല കാര്യമാണെന്നാണ് ഗാന്ധി പറയുന്നത്. അത് വേദങ്ങളിലുള്ളത്. അപ്പം അംബേദ്കർ ചില ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ ഗാന്ധി പറഞ്ഞു അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ആധികാരികമല്ല, ആ ഗ്രന്ഥങ്ങളെ മാറ്റിവെക്കണം. അപ്പൊ നല്ല രീതിയിൽ വർണ്ണാശ്രമത്തെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ എടുക്കുക, അതിനെ വേദങ്ങളായിട്ട് എടുക്കുക, അല്ലാത്തവയെ മാറ്റിക്കളയുക. അപ്പൊ ഇതിനെല്ലാം ഒന്ന് അരിച്ചു പെറുക്കി വൃത്തിയാക്കി തൂത്ത് തുടച്ച് നല്ല രീതിയിലുള്ള ജാതി വ്യവസ്ഥയെ കൊണ്ടുവരണം എന്നാണ് ഗാന്ധിജി പോലും പറഞ്ഞത്. പക്ഷെ അംബേദ്കർ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം ജാതി വ്യവസ്ഥയ്ക്ക് എതിരാണ്. അപ്പം ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, അത് സ്ലോലി അത് പോകുന്നത് കൃത്യമായ വർണ്ണാശ്രമ വ്യവസ്ഥയിലേക്കാണ്. നിങ്ങളൊരു ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം വീർ സവർക്കർ പോലെയുള്ള ആളുകൾ നിരീശ്വരവാദികളായിരുന്നു. അപ്പൊ നിങ്ങൾ ദൈവം ഇല്ല, ഞങ്ങൾ ഏതെങ്കിലും യുക്തിവാദി സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവം ഇല്ല എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുകയും അതൊരു സെമിറ്റിക് മതങ്ങളെ മാത്രം വിമർശിക്കുന്ന രീതിയിൽ നിങ്ങൾ വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ ഹിന്ദുത്വവാദികൾ ചെയ്യാൻ പോണോ, നാളെ നിങ്ങളുടെ വേണമെങ്കിൽ കുറച്ച് പൈസയും കൂടി തരും, മോനെ നീ പോയിട്ട് ഒരു യുക്തിവാദ സമ്മേളനം കൂടി നടത്തിക്കോ, ദൈവം നിന്ന് കുറെ പ്രാവശ്യം കൂടി പറഞ്ഞു. കാര്യം ഇത് ബാധിക്കാൻ പോകുന്നത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയാണ്. ഈ ആശയത്തെ ബാധിക്കാൻ പോകുന്നില്ലാത്തടത്തോളം കാലം നിങ്ങൾ ധൈര്യമായിട്ട് കുറച്ചുകൂടി യുക്തിവാദ സമ്മേളനങ്ങൾ നടത്തൂ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ അതിന്റെ കാതലായ ഒരു കേന്ദ്ര ബിന്ദു എന്താണ്, അവരുടെ ആശയങ്ങൾ എവിടെയാണ്, അവരുടെ ആശയങ്ങൾ ഏതൊരു ആശയമാണ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, എങ്ങോട്ടാണ് അവർ അവരുടെ ലക്ഷ്യം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഫയർ എക്സ്റ്റിങ്വിഷർ, തീ കെടുത്തുന്ന സംഭവം എല്ലാത്തിലും കൊണ്ടുപോയി വെള്ളം ഒഴിച്ചാൽ തീ കെടുന്നു നമ്മൾ വിചാരിക്കരുത്. ചില സ്ഥലത്ത് വെള്ളം കൊണ്ടുപോയിച്ചാൽ തീ പടരും, കൂടുതൽ അപകടമാവും. ഒരു ബക്കറ്റിലോ ഒരു ഇതിലോ ഇരുന്ന് കത്തുന്ന പെട്രോൾ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശം മുഴുവൻ പടർന്നു കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ സമയത്ത് വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറഞ്ഞാൽ ഒരേ ടൂൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രശ്നങ്ങളും, എല്ലാ മെഷീനും ശരിയാക്കാം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഒരേ ഫയർ എക്സ്റ്റിങ്വിഷർ കൊണ്ട് എല്ലാ തീയും കെടില്ല.
അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ആശയത്തെ പ്രത്യേകിച്ച് യുക്തിവാദികൾ നേരിടുമ്പോൾ ഒരു ശരാശരി യുക്തിവാദം കടവുൾ ഇല്ല എന്ന് മാത്രം പറയുന്ന ഒരു ആശയവും ബാക്കിയെല്ലാം മതം പോയി കഴിഞ്ഞാൽ ഹിന്ദുത്വവാദം അവസാനിക്കും എന്നൊക്കെ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ ഒരു രീതിയിലും അത് മുമ്പോട്ട് പോകുന്ന ഒരു ആശയമല്ല. അംബേദ്കർ പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് ജാതി നശീകരണം, ജാതി ഉന്മൂലനം എന്നൊക്കെ അതിനപ്പുറത്തേക്കുള്ള ജാതിയെ നശിച്ച് തകർത്ത് തരിപ്പണമാക്കി അതിന്റെ ഒരു പൊടി പോലും ഇല്ലാതിരിക്കുക എന്നുള്ള അവസ്ഥയാണ് അദ്ദേഹം അനിഹിലേഷൻ എന്ന് പറയുന്നത്. വളരെ ഗാന്ധി പറയുന്നത് വിൻഡിക്കേഷൻ എന്നാണ്. ഗാന്ധിയെ ന്യായീകരിക്കുക, മതത്തെ ന്യായീകരിക്കുക, ജസ്റ്റിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. അപ്പൊ ആ ഒരു രീതി ആണ് ഈവൻ ഹിന്ദുത്വവാദികളും പറയുന്നത്. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗാന്ധി പറഞ്ഞ ഹിന്ദുക്കള് ഹിന്ദുത്വം കൊണ്ട് ജീവിക്കുക, ബാക്കിയുള്ളവർ അവരുടെ മതം കൊണ്ട് ജീവിച്ചോട്ടെ എന്ന് ഗാന്ധി പറഞ്ഞു. ഹിന്ദുത്വവാദികൾ പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ഹിന്ദുത്വം കൊണ്ട് ജീവിക്കണം. ഇതേ ഉള്ള വ്യത്യാസം. ഹിന്ദുക്കളെ ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയം, ചാതുർവർണ്ണ്യം അല്ലെങ്കിൽ വർണ്ണാശ്രമ വ്യവസ്ഥിതി പാലിച്ച് ജീവിക്കണം എന്നുള്ള കാര്യത്തിൽ ഗാന്ധിക്ക് യാതൊരു തർക്കമില്ല. മറ്റു മതക്കാർ വേണ്ട, അവര് പോയിക്കോട്ടെ, പാവങ്ങളല്ലേ എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അതുമാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഗാന്ധി പറഞ്ഞ ഇതേ ആശയങ്ങള് ഇന്ന് ഗാന്ധി അത് ഉദ്ദേശിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. പക്ഷേ ഗാന്ധി ന്യായീകരിച്ച വർണ്ണാശ്രമ വ്യവസ്ഥയെ ഇന്ന് വളരെ കൃത്യമായിട്ട് ഹിന്ദുത്വവാദികൾ എടുത്ത് ഉപയോഗിക്കുകയും ആ വ്യവസ്ഥ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ഗാന്ധിയെ കോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സംശയമുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്ത് നോക്കാം, ബിജെപിയുടെ സൈറ്റിൽ കയറി നോക്കാം. ബിജെപിയുടെ ആശയപരമായ ആചാര്യന്മാരുടെ ലിസ്റ്റിൽ മഹാത്മാഗാന്ധിയുടെ ലിസ്റ്റും ഉണ്ട്. എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വന്നു എന്നാണ് എന്റെ ഉത്തരം. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. വേറെ ഒന്ന് രണ്ട് ചെറിയ പോയിന്റ്സ് കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. വേറൊരു ഭരണഘടന ഉള്ള ഒരു സെക്യുലറിസത്തിന്റെ വിരോധികളുടെ ഭരണഘടനയെ കുറിച്ച് ഒന്ന് രണ്ട് വിമർശനങ്ങളുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഭരണഘടനയിൽ സെക്യുലറിസം ഒന്നുണ്ടെന്ന് പറയാൻ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളിൽ ചില അവകാശങ്ങളുണ്ട്. അതൊരു പ്രധാന പ്രശ്നമായിട്ട് അതിനെ ഊതിപ്പെരുപ്പിച്ചാണ് ഈ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള പ്രചരണങ്ങൾ മുഴുവൻ നടക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ഒന്ന് പറഞ്ഞാൽ മത ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല അവകാശങ്ങളുള്ളത്, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും ഒക്കെ അവകാശങ്ങളുണ്ടാവും. പക്ഷെ അത് പ്രയോജനപ്പെടുത്തിയത് ഒരുപക്ഷെ മതങ്ങളായിരിക്കാം. തന്നെയല്ല, ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളെ വിഭജിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ വളരെ ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഈ ഭാഷയുടെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ ഏതാണ്ട് തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ഉണ്ട് എന്ന് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വ്യാപകമായി ഇപ്പം കേരളം നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കും. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങൾ മലയാളി എന്ന് പറയുന്ന ഭാഷാ ന്യൂനപക്ഷം ഇവിടെ സഹിക്കേണ്ടി വന്നേനെ. പക്ഷെ ഇത് നമ്മൾ വേറൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് ഭാഷാ ന്യൂനപക്ഷം എന്നുള്ളതിൽ ഒരു പ്രശ്നം നമ്മൾ മലയാളിയിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഈ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രസക്തിയോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളോ വളരെ കുറഞ്ഞു എന്നുള്ളത് കൊണ്ടും മതന്യൂനപക്ഷങ്ങൾ ചിലർ അവകാശങ്ങൾ കൂടുതൽ ചോദിച്ചത് കൊണ്ടോ അതിന്റെ എല്ലാ പോസിബിലിറ്റീസ് ഉപയോഗിച്ചത് കൊണ്ടോ മതന്യൂനപക്ഷങ്ങളുടെ അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നൊരു ധാരണ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഈ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് വേറൊരു പ്രശ്നം, ഇപ്പം ഭരണഘടനയിൽ ഈ ഗോവധം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഗോവധം നിരോധനം എന്നൊരു സാധനം കേട്ടിട്ടുണ്ട്. അത് നമ്മൾ സംഘടിച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ ആദ്യം നമ്മൾ ആർജിച്ച അറിവിന്റെ പ്രയോഗമല്ല, അതൊരു വിശ്വാസത്തിന്റെ പ്രയോഗമാണ്. ആ സാധനം ഭരണഘടനയിൽ വരാൻ പാടില്ലായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അവിടെ വരേണ്ട ഒരു ആവശ്യം ഭരണഘടനയിൽ ഇല്ല. അപ്പൊ അത് വരികയും ചെയ്തു. അപ്പൊ പറഞ്ഞു വരുന്നത് ഈ ഹിന്ദുത്വത്തിന്റെ ഒരു പ്രധാന പ്രശ്നം ന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ളതെന്ന് പറഞ്ഞാൽ മാംസാഹാരം കഴിക്കുന്നു എന്നുള്ളതാണ്. ഈ മാംസാഹാരം കഴിക്കുന്ന ആളുകളോടുള്ള ഒരു പ്രശ്നം വളരെ വലിയൊരു ഇഷ്യൂ ആണ് ഹിന്ദുത്വത്തെ സംബന്ധിച്ച്. പക്ഷെ നമ്മൾ വേറൊരു രീതിയിൽ ആലോചിച്ച് നോക്കി, ഹിന്ദു മതത്തിനല്ല അവിടെ പ്രശ്നം. അവിടെയും ചില ജാതികൾക്ക് മാത്രമേ ഉള്ളൂ മാംസാഹാരം വൃത്തിയായി കഴിക്കുന്ന, ബീഫ് ഉൾപ്പെടെ കഴിക്കുന്ന വിഭാഗങ്ങൾ ഹിന്ദു എന്ന് പറയുന്ന സമൂഹത്തിൽ തന്നെ ഉണ്ട്. ഇപ്പം അതുകൊണ്ട് അപ്പൊ ഒരു മതത്തിന്റെ വികാരം കൂടിയല്ല, അത് കൃത്യമായിട്ടൊരു ചില ജാതികളുടെ വിശ്വാസങ്ങൾ ഒരു സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഈ മാംസാഹാരം എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നത്. അതുപോലെ വേറൊരു പ്രശ്നമാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം. ഇത് വളരെ രസകരമായ ഒരു പ്രശ്നമാണ്. മതപരിവർത്തനം ന്യൂനപക്ഷങ്ങൾ നടത്തുന്നു, ഭൂരിപക്ഷത്തിന് മതപരിവർത്തനം നടത്താൻ താല്പര്യമില്ല. ഇതിന്റെ ആക്ച്വൽ കാര്യം നിങ്ങൾ ഇതിന്റെ റൂട്ടിലേക്ക് ചെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഭൂരിപക്ഷത്തിന് മതപരിവർത്തനം നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. സാങ്കേതികമായി പറ്റില്ല. കാര്യം ഒരാൾക്ക് ഹിന്ദു മതത്തിലേക്ക് പോകണമെങ്കിൽ ഏത് ജാതിയിലേക്ക് പോകും? ബ്രാഹ്മണർ കൂടെ കൂട്ടില്ല, വൈശ്യരും ക്ഷത്രിയരും ഒന്നും കൂടെ കൂട്ടില്ല. പിന്നെ അങ്ങനെ ആര് കൂട്ടും? ആരും കൂട്ടില്ല. സോ ബേസിക്കലി ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോ ടെലികോം മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അവിടെ ഒരു രീതി ഉണ്ട്, ഒരു നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ കമ്പനിയിലേക്ക് പോകും, പോർട്ടിംഗ് എന്ന് പറയും. അപ്പൊ നമ്മൾ മാസാവസാനം കണക്കെടുത്ത് നോക്കും. ഞാൻ പേട്ടയിൽ എന്ന് പറയുന്ന കമ്പനികളുടെ മാസാവസാനം ഞാൻ കണക്കെടുത്ത് നോക്കും. എന്റെ 100 കസ്റ്റമേഴ്സിനെ ഐഡിയ കൊണ്ടുപോയി. അപ്പൊ അവിടുന്ന് 100 എണ്ണം തിരിച്ചു വന്നോന്നാണ് ഞാൻ നോക്കുന്നത്. അത്രേ ഉള്ളൂ. എന്റെ 100 അവർ കൊണ്ടുപോയി, അവിടുന്ന് 100 തിരിച്ചു വന്നാൽ എന്റെ പ്രശ്നം തീർന്നു. പക്ഷെ എനിക്ക് 100 ഇങ്ങോട്ട് വരിക, അവരെന്റെ 500 കൊണ്ടുപോയി ചെയ്ത പ്രശ്നമാണ്. അപ്പൊ ഞാൻ നോക്കും അവിടെ എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അവരുടെ കസ്റ്റമേഴ്സിന് ഒരു ഓഫർ ഇറക്കുക, അടുത്ത പ്രാവശ്യം അവിടുന്ന് 500 വരെ 1000 പേരെ ഞാൻ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും.
ഈ കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ് മതം എന്ന് പറയുന്ന ഒരു കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റായിട്ട് ഞാൻ കാണുന്നത്. കുറച്ചു പേർക്ക് അധികാരത്തിനും കുറച്ചു പേർക്ക് സമ്പത്തിനും വേണ്ടി ചെയ്യുന്ന ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ കുറച്ച് ആളുകൾ അങ്ങോട്ട് പോയാൽ കുറച്ച് ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന പ്രശ്നം തീരും. ഭൂരിപക്ഷ മതത്തെ തന്നെയാണ് എല്ലാവരും പേടിക്കുക. ഭൂരിപക്ഷമുള്ള മതത്തിലേക്കാണ് എപ്പോഴും ആളുകൾ പോവുക. പക്ഷെ ഭൂരിപക്ഷ മതം എന്ന് പറയുന്ന മതം കുറെ ജാതികളായിട്ട് വിഘടിക്കുകയും ഇങ്ങോട്ടുള്ള ഗേറ്റ് അടച്ചു പൂട്ടി വെച്ചിരിക്കണം, വലിയ താഴോട്ട് പൂട്ടി ഇങ്ങോട്ട് ആരും വരണ്ട, എന്നിട്ട് പറയാം അവർ മതപരിവർത്തനം നടത്തുന്നുള്ളത്. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് ഹിന്ദുത്വം എന്ന് പറയുന്ന ഈ ആശയം ഉന്നയിക്കുന്ന 99% പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ജാതി തന്നെയാണ്. ഈ ജാതി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു സമൂഹത്തിൽ ഇന്ന് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 80%, 100-110 കോടി വരുന്ന ഈ വിഭാഗത്തിൽ ജാതി എന്ന് പറയുന്ന ഒരു ആശയം ഇല്ലായിരുന്നു. എല്ലാവരും ഒരേപോലെ ഒരേ രീതിയിൽ ഒരേ സമുദായമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഒരു ഹിന്ദുത്വം ഉന്നയിക്കുന്ന ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. മൈനോറിറ്റി അപ്പീസ്മെന്റ് എന്ന് പറയുന്നത് ഒരു മെജോറിറ്റി അപ്പീസ്മെന്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച സർക്കാർ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. ആരെ അപ്പീസ് ചെയ്യും? ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയുന്നൊരു തുഷ്ടീകരൺ എന്നൊരു വാക്കാണ് ഹിന്ദിയിൽ പറഞ്ഞത്. ഭൂരിപക്ഷ തുഷ്ടീകരൺ ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല. നൈഹേ എന്താണ് കാര്യം? തുഷ്ടീകരിക്കണമെങ്കിൽ പ്രീണിപ്പിക്കണമെങ്കിൽ ബ്രാഹ്മണരെയോ ക്ഷത്രിയരെയോ വൈശ്യരെയോ നായരെയോ ഒക്കെ പ്രീണിപ്പിക്കാൻ പറ്റുള്ളൂ. കാര്യം എല്ലാവർക്കും പ്രയോജനം വരുന്ന ഒരു സ്കീമും ഇന്ത്യ രാജ്യത്ത് ആർക്കും ഒരു പദ്ധതിയും ഒരു സർക്കാരിനും കൊണ്ടുവരാൻ പറ്റില്ല. ഇതിങ്ങനെ വിവിധ ഘടകങ്ങളായിട്ട് വിഘടിച്ച് നിൽക്കുകയും ഈ വിഘടനത്തെ ന്യായീകരിക്കുകയും ചെയ്യും. അതേസമയം ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഒരു ഇരട്ടത്താപ്പാണ്. ഇത് ബേസിക്കലി എന്താണെന്ന് പറഞ്ഞാൽ സ്വന്തം പാളയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, അത് പരിഹരിക്കാൻ യാതൊരു താല്പര്യമില്ല. ജാതി എന്ന് പറയുന്ന ഒരു ആചാരത്തെ അല്ലെങ്കിൽ ഒരു ദുരാചാരത്തെ ലോകചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട ചൂഷണത്തിന്റെ ആയുധമാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ. അതിനെ അഭിമുഖീകരിക്കാതെ, അതിനെ വേണമെന്ന് പറയാതെ, അതിനെ നശിപ്പിക്കാനുള്ള ഒരു കാര്യം ആലോചിക്കാതെ വെറുതെ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ് പൊതുവെ ഹിന്ദുത്വവാദികൾക്ക് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളെല്ലാം മാന്യന്മാരാണെന്നോ ഇവരാരും ഒന്നും ചെയ്യുന്നില്ലെന്നോ ഞാൻ പറഞ്ഞില്ല, അത് വേറെ കാര്യം. അതിനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഹിന്ദുത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതും കൂടി പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല എന്ന് ഞാൻ പറയും. അപ്പോൾ ചുരുക്കത്തില് ഈ സെക്യുലറിസം എന്ന് പറയുന്ന കാര്യങ്ങൾ, സെക്യുലറിസം എന്ന് പറയുന്നത് സ്റ്റേറ്റും മതവും തമ്മിലുള്ള ഒരു സെപ്പറേഷനാണ്. അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. സ്റ്റേറ്റിനെ മനുഷ്യരാർജിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. ഇറ്റ്സ് പെനേഷ്യം. ഈ സർവ്വരോഗ സംഹാരിയല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സർവ്വ പ്രശ്നങ്ങളുടെയും പരിഹാരമോ അതിന്റെ ഹേതുവോ മൂല കാരണമോ മതേതരത്വമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ജനാധിപത്യം എന്ന് പറഞ്ഞ ചില മൂല്യങ്ങളുടെ പുറത്താണ്. ഈ 5 കൊല്ലം കൂടുമ്പോൾ വോട്ടിക്കുന്നതല്ല ജനാധിപത്യം. തുല്യത, സാഹോദര്യം, സമത്വം, നീതി എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയിൽ നിർവചിക്കപ്പെട്ട പല മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ഓരോ വ്യക്തിക്കും അവസാനം അവകാശപ്പെട്ട ഓരോ വ്യക്തിക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ജനാധിപത്യത്തിനുള്ളത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതൊന്നും ഒരു മതത്തിൽ നിന്ന് വന്ന ആശയമല്ല. ഇത് വ്യക്തമായി മാനവികത, മനുഷ്യൻ ആർജിച്ച അറിവിൽ നിന്ന് വന്ന ആശയങ്ങളാണ്. ഈ പറഞ്ഞ തുല്യതയും ലിബർട്ടി, ഈക്വാലിറ്റി, ജസ്റ്റിസ് എല്ലാം ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. ഫ്രറ്റേണിറ്റി ഒക്കെ ഇന്ന് വരുന്ന കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു മതത്തിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, മതത്തിന്റെ ആശയങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ അല്ലെങ്കിൽ മതത്തിന്റെ ആശയത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഒരു രാജ്യം മുമ്പോട്ട് പോയാൽ അതിന് കാര്യമായ പുരോഗതി ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ജനാധിപത്യം എന്ന് പറയുന്ന ഈ ആശയം നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന യുക്തിചിന്ത എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മനുഷ്യൻ ആർജിച്ച അറിവുകൾ, അതിലടിസ്ഥാനപ്പെട്ട മതത്തെ പുറത്തു നിർത്തുന്ന സ്റ്റേറ്റും മതവും സെപ്പറേറ്റ് ചെയ്യുന്ന മതേതരത്വം, ഈ രണ്ട് തത്വങ്ങളും ഇല്ലാതെ നമ്മൾ ഇന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് വേണ്ട രീതിയിൽ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഒരു ആശയം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ഹിന്ദുത്വ എന്ന് പറയുന്ന അജണ്ട അല്ലെങ്കിൽ സെക്യുലറിസത്തിലുള്ള ഓരോ ആക്രമണവും കൃത്യമായി ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിന്റെ പുറത്തുള്ള ആക്രമണം തന്നെയായിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. താങ്ക് യു.